കുഞ്ഞുട്ടാ, ഈ കള്ളന്മാരെ കുറിച്ച് മോൻ കേട്ടിട്ടുണ്ടോ? ആ, എന്നാ ഇന്ന് ഞാൻ മോനൊരു പെരുങ്കള്ളന്റെ കഥ പറഞ്ഞുതരാം. ഹലോ, ഡാ നീ ഇതെവിടാ? ഞാൻ ഇവിടെ ഒരു വാഗമരം കാണുന്നുണ്ട്. അല്ല, അയാൾ എന്താ പറഞ്ഞെന്ന് വല്ലോ നീ ഓർക്കുന്നുണ്ടോ? അതിപ്പോ എന്തായിരുന്നു? ഒരു വളവ്, ആ വളവ് കഴിഞ്ഞാ ഒരു കുളം, കുളം കടന്നു കഴിഞ്ഞ ഒരു പൂന്തോട്ടം. ഇങ്ങനെ എന്തൊക്കെയാ ആയിരുന്നു. വളവ്, കുളം. എടാ ഇതെല്ലാം ഞാൻ കടന്നു കഴിഞ്ഞു. ആണോ? എന്നാ മൂക്ക് വിടർത്തി അവിടെ അങ്ങ് ഇരി. വല്ല മുല്ലപ്പൂവിന്റെയോ ചെമ്പരത്തിന്റെയോ മണം വല്ലതും അടിക്കുന്നുണ്ടോ നോക്ക്. നോക്കട്ടെ. എന്താടാ വിഷ്ണു, എന്തു പറ്റി? ഇവിടെ മുല്ലപ്പൂവിന്റെ മണമൊന്നും ഇല്ലടാ. ഒരുമാതിരി 10 ദിവസം എടുത്ത സാമ്പാറിന്റെ സ്മെല്ലുണ്ട്. ഹൈഷ്, നീ ഇതെവിടാ? വല്ല തട്ടുകടയുടെ മുന്നിലോ മറ്റോ ആണോ? ഏത് പാതാളത്തിലാണോ എന്തോ വന്ന് വെട്ടേക്കുന്നേ? ശൗചാലയം? അയ്യേ ഹപ്പി. ഡാ വിഷ്ണു, നീ ഇതെന്താ സാധിക്കുകയാണോ? അല്ലടാ, നിന്റെ അമ്മൂമ്മയുടെ 16 കൂടുക. അവിടെ ഒന്ന് കുണക്കാതെ ഇങ്ങോട്ട് വരാൻ നോക്ക്. ഞാൻ ഇതാ ഇവിടെ അയാള് പറഞ്ഞ കൊളക്കരയിലിരിക്കുക. അവിടെ അങ്ങ് ഇരുന്നാ മതി, ഇങ്ങോട്ടേക്കൊന്നും വന്നു പോവല്ലേ. ഞാൻ ഇതാ വന്ന്. വിഷ്ണു, ദേ ഞാനിവിടെ. അല്ല, നീ എവിടെയായിരുന്നു? എന്റെ ആകാശേ, അയാൾ എത്ര കൊല്ലം മുമ്പ് ഇങ്ങോട്ട് വന്നെന്നാ നിന്റെ അടുത്ത് പറഞ്ഞേ? ഒരു 10-15 കൊല്ലം മുമ്പെന്നാ എന്റെ അടുത്ത് പറഞ്ഞത്. അന്ന് പൂന്തോട്ടം, ഇന്ന് കക്കൂസ്. നിന്നോടത്തൊന്നും പിന്നോട്ട് തിരിഞ്ഞു നോക്കാൻ ഞാൻ മറന്നു പോയ അളിയാ. നോക്കിയപ്പോ ദാണ്ടാ ഒരു കക്കൂസ്, അതും ചുമര് പോലില്ല അതിന്. ആരുടെയോ നല്ല മനസ്സിന് ഒരു ബോർഡെങ്കിലും വെച്ചിട്ടുണ്ട്. മണക്കാനുള്ളതൊക്കെ നീ എന്തായാലും മണത്തേന്. എന്തായാലും ഇരുട്ടുന്നതിന് മുന്നേ നമുക്ക് ആ വീട് കണ്ടുപിടിക്കണ്ടേ? ആകാശേ, ഇത്രയും കാലം ചെയ്ത കേസ് പോലുള്ള ഇത് കുറച്ച് സീനാ. മുരളീധരൻ പൊതുവാൾ അത്രയ്ക്ക് നിസാരക്കാരനല്ല മോനെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിന്റെ പ്രാരാബ്ദങ്ങളെല്ലാം ഇതോടങ്ങ് അവസാനിക്കും. ഇങ്ങനത്തെ കേസൊക്കെ ആണല്ലോ നമ്മളൊരു പ്രൊഫഷണൽ കള്ളന്മാരാക്കി മാറ്റുന്നത്. മുരളീധരൻ എന്ന മുതലാളി കടലിൽ വലയെറിഞ്ഞു കിട്ടിയ വജ്രങ്ങൾ, അതാണ് നമ്മുടെ ലക്ഷ്യം. ഹലോ, ഇറ്റ്സ് മീ മുരളീധരൻ പൊതുവാൾ. മുരളി സാറേ, എന്താണ് മഹേഷേ ചെക്കണ്ട് വീട്ടുകാർ ഇന്ന് വരില്ലെന്ന് കേട്ട്? അത് സാറേ, അവർക്ക് ഇന്നൊരു മരണം ഉണ്ടെന്ന്, അതുകൊണ്ട് നാളെ കാലത്തേക്ക് എത്തിക്കോളാന്ന് പറഞ്ഞേ. എന്റെ മോളുടെ ഒരു ചടങ്ങിൽ ഒരു കുറവും വരാൻ പാടില്ല, നിനക്ക് അറിയാലുള്ളേ. അറിയാം സാറേ. സോറി. ഓക്കെ സാർ. ആകാശേ, വാ, ഇത് തന്നെ വീട്. ഇത് വീടോ അതോ സുപ്രീം കോർട്ടോ? അതേ ഒരു ലുക്കില്ലാണ്. ഇത്രയും വലിയ ഗേറ്റ് ആർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണോ എന്തോ, ചുമ്മാ കള്ളന്മാരെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട്. നിന്നെ പോലത്തവന്മാർക്ക് നോക്കിയും കണ്ടും ഉണ്ടാക്കി വെച്ചതായിരിക്കും. പിന്നെ നീ ഇവിടെ കല്യാണം കൂടാൻ വന്നാണല്ലോ, ഒന്ന് പോടർക്കാം. എന്താ അവിടെ? ആരാത്? സന്തോഷായില്ല എനിക്ക്? ഞാൻ പറയുന്ന പോലെ ചെയ്യും, നീ വാ. അത് ചേട്ടാ, ഒന്നിങ്ങ് വരുവോ? നീയൊക്കെ ഏതാ? എന്ത് വേണം? ആകാശേ, ഞാൻ മുന്നിൽ നിന്ന് ചവിട്ടാം, നീ പിന്നീന്ന് അടുത്ത് മറപ്പിക്കും. ഓക്കെ? അത് ചേട്ടാ. ചത്തയാള്. നീ വന്നേ, വേഗം വാ. എടാ, ആ ക്ലോറോഫോം അവിടെ വീണ്. ബെസ്റ്റ്, അത് കുഴപ്പമില്ല, നീ വന്നേ. ഇപ്പൊ സൗണ്ട് കേട്ട് എല്ലാവരും എണീറ്റ് വരും. ഇതിന്റെ ഉള്ളിലൊക്കെ ഇനിയിപ്പോ ആ നിധി എവിടെയാണോ ഇരിക്കുന്നത്? കോപ്പ്. വാ, എങ്ങനെയും കുത്തിപ്പിടിച്ച് കയറാൻ നോക്ക്. ആകാശേ, നീ ആ വഴിക്ക് പോക്കോ, ഞാൻ ഈ വഴിക്കങ്ങ് പോകാം. എന്തേലും സൂചന കിട്ടിയാ വിളിച്ച് അപ്പൊ തന്നെ അറിയിക്കണം. ഓക്കെ? അമ്മേ ദേവി, കാത്തോണേ. ദൈവമേ, ഇതിലുണ്ടായ
എവിടെയായിരിക്കണേ ആ കുന്തം? What? ഇത് റൂമോ അത് ബംഗ്ലാവോ? ഇത് ശരിക്കും റൂമാനല്ലേ? എന്നാലും ഇത്ര വലിയ റൂമൊക്കെ ആരും ലോക്ക് ചെയ്ത് കിടക്കൂ? ഒരു കള്ളന്റെ ബുദ്ധി വെച്ച് നോക്കുകയാണെങ്കിൽ സാധനം ഇവിടെ ഇരിക്കില്ല എന്നാണ് വാസ്തവം. വേറെ വല്ലതും കയറി നോക്കാം. ഇനിയിപ്പോ ആ പോട്ടുകാരുടെ നിധിയും കെട്ടിക്കാണോ? ആ എന്തായാലും പോയി നോക്കാം. ദേവി മത്സ്യകന്യകയോ? Who is this? Beautiful. ശരിക്കും unbelievable. ദൈവമേ പെട്ടോ. ശരിക്കും ഇഷ്ടായോ? ആകാശേ ഓടടാ. അയ്യോ ചതിച്ചു. അല്ല താനാരാ? അതൊക്കെ പിന്നെ പറയാമോളൂ. ചേട്ടൻ പോയി വരാവേ. എടാ ഓടടാ. ഛേ അപ്പൊ രണ്ടാമാരുണ്ടല്ലേ? അയ്യോ ഗംഗമ്മളുടെ റൂമിൽ നിന്നുള്ള മറ്റവൻ ഓടിയേ. അവളെങ്ങാനും പേടിച്ച നാളെ അണ്ണ എന്റെ തലയെടുക്കും. അയ്യോ എന്ത് പറ്റി മാമ? അതൊന്നുമില്ല മോളെ. മോളെ എഴുന്നേറ്റിരുന്നോ? അത് മോളെ പെണ്ണാണോ വന്ന ചെക്കന്മാരാ. അതെ എന്തായാലും വേറെ ആരോടും പറയണ്ട കേട്ടോ. മോള് ചെന്ന് ഉറങ്ങിക്കോ. ഓ ഛേ പോയവന്മാര് അസത്തുകള്. ഒന്ന് മനസമാധാനത്തോടെ മനുഷ്യന് കിടന്നുറങ്ങാൻ പറ്റൂലെന്ന് വെച്ചാ ഇവിടെന്ന് പൊക്കിയാ കൊന്നുകളയല്ലേ. ചെറുതായിട്ട്. നിന്നോട് ആരാ പറഞ്ഞേ? ഞാനെല്ലാം അന്വേഷിച്ചിട്ടാടാ വന്നേ. അയ്യോ നിന്ന് കിടക്കാതെ രക്ഷപ്പെടാനുള്ള വഴി നോക്ക്. അങ്ങനെ അങ്ങ് രക്ഷപ്പെടാന്ന് വിചാരിച്ചാലോ? ഈ വീട്ടിൽ കയറിയിട്ട് രക്ഷപ്പെട്ട ചരിത്രമില്ല മക്കളെ. എന്താണ് മക്കളെ നിധിവേട്ടൊക്കെ വന്നതാകുമല്ലേ? ഇവിടെ കക്കാൻ കയറിയാലുള്ള ഗുണം എന്താന്ന് അറിഞ്ഞ വെച്ചോണ്ട് തന്നെയാണോ ഇങ്ങോട്ട് വന്നേ? ഏയ് ചന്ദ്ര, ആ സ്റ്റാച്ചു അവിടെ നിന്ന് മാറ്റും. അവിടെ അതൊരു ഭംഗിയില്ല. അത് സൈഡിലോട്ട് നീക്കിയിട്ട് പടിഞ്ഞാറ് വശത്തോട്ട് തിരിച്ചു വെക്ക്. വാട ഇങ്ങോട്ട്. അല്ലെങ്കിൽ നടന്നോ. ഇനിയിപ്പോ ഈ നടത്തത്തിന് അത്ര നീട്ടം കാണൂലല്ലോ. അണ്ണാ എന്താ കൃഷ്ണ, കാര്യങ്ങളെല്ലാം തകൃതമായിട്ട് മുന്നോട്ട് പോകുന്നില്ലേ? ഇതാറ്? അതണ്ണാ ഇവര്. ഒരു മിനിറ്റ് കൃഷ്ണ. വിഷ്ണു പണി തുടങ്ങിക്കോ. ഇതാ പറ്റിയ സമയം. ഇവിടെ അങ്ങ് ആരില്ല. അയാള് വരുമ്പോഴേക്കും അങ്ങ് കൂട്. ഏട്ടാ ഇവിടെ ആരും ഇനി ഇവിടത്തെ കല്യാണം കഴിയാതെ വരൂല. ധൈര്യമായിട്ട് ഇതിന്റെ ഉള്ളിൽ അങ്ങ് പൂട്ടിക്കോ. ഇയാള് ഓർത്ത് കാണൂല ഇത്രയും വലിയ വീട്ടിലേക്ക് കക്കാൻ കയറുമ്പോഴേ ഇവിടെ ഒരു സ്പൈ ഉണ്ടാവുന്നു. അല്ലേ ഏട്ടാ? അതേടാ താങ്ക്സ്ടാ കൂട്ടാ. ദാ നിന്റെ ക്ലോറോഫോമിന്റെ ക്യാഷ്. നിന്റെ ക്ലോറോഫോം ബിസിനസ്സേ ഉയർന്നു പോകാൻ ഞങ്ങളങ്ങ് കടപോയി പ്രാർത്ഥിക്കാം. അപ്പൊ ശരിയാണോമാരെ, നിങ്ങൾ കാര്യത്തിലോട്ട് കടക്ക്. ഇനി എന്തെങ്കിലും ഹെൽപ്പ് വേണല്ലേ ഈ ഉണ്ണിക്കോട്ടിലുണ്ടാവും കൂടെ. ഓ സോറി സോറി, അവരിങ് എത്താറായി കാണും. ഞാൻ കട്ട് ചെയ്യുവാണേ. ഓക്കെ ഓക്കെ. ഡാ വരുന്നുണ്ട്. വീഴ് വീഴ്. ഞാനോ? അല്ലാതെ പിന്നെ ഞാനോ? ഡാ കാര്യമായി നീ അങ്ങ് ചെയ്താ മതി. നോവേ നോക്കി നിൽക്കത്തേ ഉള്ളൂ. ഡേ യാറ് വീഴ് വീഴ്. അച്ഛാ അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. ഓ ഓവർ.
ഈ നാളെ ഓവറാക്കും. എണിക്കട പട്ടി. നമസ്കാരം അങ്കിൾ, ഞങ്ങള് പെണ്ണ് കാണാൻ വന്നതാ. അപ്പോ ദാ ഇവനാ വരുവാൻ നിങ്ങളുടെ ഭാവിയിലെ. കടവുളേ, ഇതാ എൻ മറുമോൻ. ഇത്രയും ഹാൻസമാ. അവൻ സുന്ദരനാ അങ്കിൾ. കടവുളേ, ലക്ഷ്മിയെ, എടി ലക്ഷ്മിയെ. ദാ വരുന്നേട്ടാ. വേഗം വാ, ദാ അവരിങ്ങെത്തി. എന്താ ഏട്ടാ? ഇതാണേ നമ്മളുടെ മറുമോൻ. നോക്ക്. എന്റെ ഭഗവാനെ, നല്ല അഴകുള്ള പയ്യൻ. നമ്മുടെ മോൾക്ക് നല്ലപോലെ ചേരും അല്ലേ ഏട്ടാ? വാ വാ, കയറിയിരിക്കെ. അങ്ങ് ദൂരത്തീന്ന് വരുമല്ലേ, മുത്തങ്ങീന്ന്. ക്ഷീണം കാണും മോനെ. അല്ല, വീട്ടുകാരെല്ലാരും ഉണ്ടാവും പറഞ്ഞിട്ട് അവരെല്ലാം എന്തേ? നേരത്തെ വിളിച്ചപ്പോ 1 hour ട്രാവൽ ഉണ്ടെന്നാ പറഞ്ഞ. ഇത്ര പെട്ടെന്ന് എത്തിയോ? അത് അങ്കിൾ ആന്റി, ഒരു വിഷമകരമായ കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് പറ്റിയടാ മക്കളെ? എന്ത് പറ്റിയടാ? അത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ പാരന്റ്സ് വന്നിരുന്ന കാർ ഒന്ന് ആക്സിഡന്റ് ആയി. ഭഗവാനെ. പേടിക്കാനൊന്നുമില്ല ആന്റി, ഞങ്ങൾ അവരെ ഹോസ്പിറ്റലിലാക്കിട്ടാ വന്നേ. ഭഗവാൻ കാത്ത്. യാ, ഓഫ് കോഴ്സ്. നിങ്ങളിവിടെ ഒരുക്കങ്ങൾ മുഴുവൻ നടത്തി കാണൂലേ, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ. കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഭഗവാൻ കാത്ത്. വാ മക്കളെ, കയറിയിരിക്കേ. എന്തായാലും ലക്ഷ്മി, ഇവർ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. അത്രയും ദൂരം സഞ്ചരിച്ചല്ലേ. നീ ആ ഗസ്റ്റ് റൂം കാണിച്ചു കൊടുക്ക്. ഒരു 2 മണിക്കൂർ വിശ്രമിക്കട്ടെ. ഏട്ടാ. സന്തോഷായില്ലേ നിനക്ക്? എല്ലാം എന്റെ തലയിൽ കെട്ടി വെച്ചെന്നപ്പോ. ഇനി അങ്ങോട്ട് തുടങ്ങി. ഈ ഐഡിയ ഫുള്ള് എന്റെയാ. അപ്പൊ അത് ചെയ്യേണ്ട കളവ് നിന്റെയാ. മനസ്സിലായോ? മോനെ, ബാക്കി എന്ത് സെറ്റത്തരും ഞാൻ ചെയ്യും. പക്ഷേ തൊടാൻ പാടില്ലാത്ത ഒരു പെണ്ണിനെ എന്റെ ഈ കൈ കൊണ്ട് ഞാൻ തൊട്ടിട്ടില്ല. പോകുന്നുണ്ടോ? ഒന്നുമില്ല. അല്ല, അയാളുടെ സംസാരം എന്താണ് അങ്ങനെ? അങ്ങ് വിക്കല്ലേ? ബെസ്റ്റ്. അതല്ലടാ വിക്ക്. പിന്നെന്താ അയാളുടെ വായിലെന്താ പഴോ? പഴം? പഴം. ഇവിടെ പുരാണോ പറഞ്ഞിരുന്നോ? ആ ചേക്കൻ കൂടെ ഇവിടെ എത്തുന്നതിന് മുന്നേ എന്തേലും വഴി ഉണ്ടാക്കി അത് മുടക്കാൻ നോക്ക്. എടാ ആകാശ്, ഇത് നമ്മുടെ മുന്നിലൊരു വഴിയുള്ളൂ. നീ വന്നേ. വാ വാ, ചാടിക്കോ. മോനെ, അപ്പൊ പറഞ്ഞത് ഓർക്കണ്ട. ഞങ്ങളുടെ പിന്നാലെ എങ്ങനെയാലും വെച്ച് പിടിക്കാൻ നോക്ക്. ഓക്കെ ചേട്ടാ. ക്രോസ് ചെയ്യ്. ഏതാണോ നീയൊക്കെ? ഇതാര്? ചേട്ടാ, ഇതാണ് കല്യാണ ചെറുക്കൻ. എന്റെ അത്രയൊന്നും പോരാ. ഭാഗ്യം. നീയൊക്കെ ആരുടെ അമ്മൂമ്മനെ കെട്ടിക്കാൻ പോവാടാ? വിഷ്ണു, പണി തുടങ്ങിയോ? പിള്ളരെ, കമോൺ. ഇപ്പൊ മനസ്സിലായില്ലേ ആരുടെ അമ്മൂമ്മേനെ കെട്ടിക്കാൻ പോവാന്ന്? മുത്തങ്ങയിലെ വെള്ളരിക്കാ വിത്ത് അവിടെ വിളഞ്ഞാ മതി. കേട്ടാ? എടാ മോനെ, ചേട്ടാ, എല്ലാത്തിനും പെറുക്കി ഏതേലും തമിഴ്നാട്ടിലെ ഹോസ്പിറ്റലിൽ എത്തിച്ചേരെ. വേറെ ആരും അറിയണ്ട. ഞങ്ങളുടെ കൈ കൊണ്ട് ആർക്കും ചാകേണ്ട ഗതികളൊന്നും വന്നിട്ടില്ല. വേറെ ആരെങ്കിലും കാണുന്നതിന് മുന്നേ ആ കൊക്കയില് വീണവളുമാര് കുറച്ചെണ്ണം ഇല്ലേ, അവളുമാരെ എല്ലാം അങ്ങ് പെറുകിയെടുത്തേരെ. ചത്ത് കാണൂല. എന്നാ നമുക്ക് വാടാ മണവാടാ. പോടാ വട്ടി. നീ വന്നേ, എന്നിട്ടല്ലേ ബാക്കി. ശാന്തി, ഞങ്ങള് കണ്ട്. എന്ത് നല്ല പയ്യനാന്നോ. എന്റെ മോൾക്ക് ചേരുവന്നോ? എന്റെ മോൾക്കേ ചേരൂ. അത്രയും ഭംഗിയുള്ള മുഖം. പക്ഷെ വിഷമം എന്താന്ന് വെച്ചാ കുടുംബസമേതം വന്നതാ അവര്.
ഒരു ആക്സിഡന്റ് പറ്റിയപ്പോ വരുന്ന വഴിക്ക് എല്ലാവരും ഹോസ്പിറ്റലിലാക്കേണ്ടി വന്നെന്ന്. ആ ഇനിയിപ്പോ എന്തായാലും ചടങ്ങ് തുടങ്ങാറായി. മോൾ ഒരുക്കുന്ന തിരക്കിലാ വിശ്വ. ആ ഏട്ടൻ പലഹാരം ഉണ്ടാക്കുന്നവരുടെ കൂടെ വാചകാടിയില്ല. ഓ ശരി ശാന്തേ. ഗംഗി, നീ കണ്ടോ ചെറുക്കനെ? എന്ത് ഹാൻസം ആയിടി അവനെ കാണാൻ. എനിക്കങ്ങ് ബോധിച്ച്. നിനക്ക് നല്ല മാച്ച് ഉണ്ടാവണേ. ഓ എന്നാലും ഇന്നലെ കണ്ടത് സ്വപ്നമായിരിക്കോ? അല്ല സ്വപ്നമല്ലേ? ഈ സ്വപ്നമാണേ തന്നെ. ആ എന്റെ സ്വപ്നം അങ്ങനെ നടക്കാറില്ല. അതുകൊണ്ട് നീ വലിയ ഹോപ്പൊന്നും വെക്കണ്ടാടി. എന്നാൽ കൊള്ളായിരുന്നു അവൻ. ഗംഗേ, നീ എന്തോ ആലോചിച്ച് നിൽക്ക? ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? നീ എന്താ പറഞ്ഞു? ഓ ചെറുക്കൻ ഹാൻസം ആണല്ലേ, വലിയ കാര്യായിപ്പോയി. ആ ബെസ്റ്റ്. ലക്ഷ്മി, എടി ലക്ഷ്മിയേ. ഓ താ വരുന്നേ. എന്താ ഏട്ടാ? ആ എടി, നമുക്ക് പയ്യന്മാരെ നോക്കിയിട്ട് വരാം. ഇപ്പൊ ക്ഷീണമൊക്കെ മാറിക്കാണും. ചടങ്ങിനുള്ള സമയമായെന്ന് പറഞ്ഞിട്ട് വരാം. എന്ത് തന്നെ ആയാലും മാക്സിമം 1 മന്ത്. അതിനുള്ളിൽ സാധനം കൈക്കലാക്കി ഇവിടുന്ന് സ്ഥലം വിടാൻ പറ്റണം. അല്ലേ വിഷ്ണു? ഓ മാൻ, കൂൾ കൂൾ. നമുക്ക് എങ്ങനെയാണ് ഒപ്പിക്കാം. അതിനുള്ള ഒരു തുറപ്പിച്ചിട്ട് മാത്രമാണ് ആ കല്യാണ പെണ്ണ്. അത് സെറ്റായ ബാക്കിയെല്ലാം സുഖാണ്. മക്കളെ, എന്തോ ഒരു ടൈമിങ്. ചടങ്ങിലുള്ള സമയമായി. ഇയാളെക്കൊണ്ട്. നീ എണീറ്റ് വന്നേ. ഡോർ ഓർക്ക്. നീ ഓർക്ക്. പിന്നെ ഞാനാരും നിന്റെ വേലക്കാരനോ? പോയി തുറക്കടാ. ഇവനെ കൊണ്ട്. അച്ഛാ, അമ്മ, മക്കളാ, ചടങ്ങിനുള്ള ടൈമായി. വിഷ്ണു മോനെ, ഞങ്ങളുടെ മോളൊരു പാവാണ്. അവള് ഇന്നേ വരെ ആരെയും മനഃപൂർവ്വം വേദനിപ്പിച്ചിട്ടില്ല. എന്തായാലും മോൻ വന്നിട്ട് മോനെ പറ്റി മുഴുവൻ തിരക്കാന്ന് വെച്ചാ ഞങ്ങൾ പേര് പോലും അന്വേഷിക്കാന്, ഒരു ഫോട്ടോ പോലും അന്വേഷിക്കാത്ത. കാഴ്ചയിൽ നിങ്ങൾ രണ്ട് നല്ല ചേർച്ചയുണ്ട്. ഒരു കുറവും വരുത്താതെ തന്നെ അവളെ നോക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ശിവനെ, ഈ തള്ളച്ചി ഏതോ അലവിലാതി പെണ്ണിന് എന്റെ മേലെ കെട്ടിവെച്ച് തന്നപ്പോ എനിക്ക് സമാധാനമായില്ലേ? മോളൊന്നും പറഞ്ഞില്ല. കൂട്ടും അതെനിക്ക് അപ്പൊ എന്നെ പോലെ നോക്കൂ ആന്റി. എടാ എന്റെ മോനെ, ഇപ്പോഴൊന്ന് സന്തോഷമായത്. എന്തായാലും നിങ്ങൾ വരൂ, നമുക്ക് ചടങ്ങിലോട്ട് കടക്കാം. വാ, നടക്ക് നടക്ക് മണവാള. പന്ന മോനെ, നോ ബഡി, ഇപ്പൊ അതിനുള്ള ടൈമല്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോടെ? ഇപ്പൊ ഒരു കറക്റ്റ് പ്രിൻസസ് ലുക്ക് ഉണ്ട്. ഓ മതിയടി, എനിക്കങ്ങ് സുഖിച്ച്. ഉള്ള കാര്യം പറ വിഷേ. എടി ഉള്ള കാര്യമാ. അത് തന്നെ അടി പറഞ്ഞേ. ഇതെന്നതാടാ ഒരു പെണ്ണ് കാണലിന് നാട്ടുകാർ മുഴുവൻ ഇവിടെ? ഓ അത് നാട്ടുകാരല്ലടാ, അത് ഇവിടുത്തെ ജോലിക്കാരാ. ഓ എന്തോ ഒരു പേടി പോലെ. ഇതിനൊക്കെ എന്നാത്തിനാടാ പേടിക്കുന്നേ? നീ അവളെ കാണുന്നു, മുഖത്ത് നോക്കി ഇഷ്ടമായില്ലെന്ന് പറയുന്നു, നമ്മളിൽ നിന്ന് നിധി കക്കുന്നു, ഇറങ്ങി പോകുന്നു, ഒരക്ഷരം മിണ്ടരുതായേ. എല്ലാം എന്റെ മണ്ടക്ക് കെട്ടിവെച്ച് തന്നിട്ട് എന്റെ വായിലുള്ളത് കേൾക്കണ്ടേലേ? വാ അടച്ചിരുന്നോ? ലക്ഷ്മിയെ, മോള് ഉറങ്ങി കഴിഞ്ഞോടി? ആ അവളുടെ കഴിഞ്ഞു. അവളിന്നെ വിളിക്കല്ലേ എടാ? ആ വിളിക്ക്. മോളെ വിശ്വേ, മോളെ ഗംഗയെ ഇങ്ങ് കൊണ്ടുവാ. മോൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? പേടിക്കണ്ട കേട്ടോ, എന്നെ സ്വന്തം അച്ഛനായിട്ട് കണ്ടാ മതി.
കടവുളേ, ഇവന്റെ കിളി പോയോ? ഡാ ആകാശേ, നീ അവളെ നോക്കി ഗർഭം ഉണ്ടാക്കുവോ? ഇതാണ് എന്റെ മോള് ഗംഗാ മുരളീധരൻ. വാ, താങ്ക്സ് അച്ഛാ. പിന്നെ ഇവള് PG കഴിഞ്ഞു, MBA ആയിരുന്നു. ഇനി ഞങ്ങളുടെ ബിസിനസ് അവള് നോക്കി നടത്തും. ഹൈ, എന്റെ സാറേ, ഒരു വെടിക്ക് 2 പക്ഷി. അതിനീ മരമോതുള്ളവൻ ഇവളെ കെട്ടുവോ? ഇരിപ്പും നോട്ടൊക്കെ കണ്ടിട്ട് ഇന്ന് തന്നെ ഫസ്റ്റ് നൈറ്റ് കഴിയുമെന്നാ തോന്നുന്നേ. ഇനിയിപ്പൊ അങ്ങനെയൊന്നും ഇല്ലെങ്കില് അവനെ പറഞ്ഞങ്ങ് തള്ളിയിടണം. എന്തിനു വന്ന ഞങ്ങളാ ഇപ്പതാ അവന്റെ കെട്ട് കയ്യാറായി. ഇനി മക്കൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ. മോളെ ഗംഗേ, മോനെയും കൂട്ടി ചെല്ല്. തമ്പുരാനെ, സത്യമായിട്ട് എനിക്ക് കെട്ടിച്ചേരുവോ? ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരാളെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എന്തായിരുന്നു നെയിം? ഗംഗ. ഞാൻ ആകാശ്. കടവുളെ, ഫസ്റ്റ് ഇംപ്രഷൻ ഇപ്പൊ പോവും. ഇപ്പൊ എന്താ ചോദിക്കുക? അതെ, ഭർത്താവാകാൻ പോവാന്ന് കരുതിയിട്ട് ഇത്രയ്ക്ക് ആക്രാന്തം പാടില്ല. അല്ല, ഇന്നലെ എന്തിനാ റൂമിൽ വന്നേ? അത് ഞാനൊന്ന് റൂം മാറി കയറിയതാ. പിന്നെ എന്റെ പെണ്ണെങ്ങനെയാന്നൊക്കെ എനിക്കൊന്നും അറിയണ്ടായോ? നിങ്ങളുടെ പെണ്ണോ? എന്തേ അങ്ങനെയല്ലേ? സീരിയസ്ലി ഗംഗ, എനിക്ക് തന്നെ ഇന്നലെ കണ്ടപ്പോഴേ ഇഷ്ടമായി. ഇനി തന്റെ തീരുമാനം എന്താന്ന് വെച്ചാല് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. വാ, ഇനി നമുക്ക് താഴെ പോകാം. ഇന്നലെ ഇയാളോട് എനിക്ക് ക്രഷ് അടിച്ചു. ഇന്ന് ഇയാളെന്നെ പെണ്ണ് കാണാൻ വന്ന് പ്രപ്പോസ് ചെയ്തു. ശരിക്കും ബിഗ് താങ്ക്സ് കൃഷ്ണ. ഈ ഹാൻസം മാൻ എനിക്ക് തന്നേലേ. ലുക്ക് കണ്ടിട്ട് ഇങ്ങനെ ലണ്ടൻ, കാനഡ, പാരീസ് ഇവിടെല്ലാം കൊണ്ടുവരുന്ന തോന്നുന്നു. such a criminal. such a പക്കാ ബിസിനസ്മാൻ. കേട്ട് കഴിയട്ടെ, ഞാൻ 10 പേരും. എന്തായാലും ചാടായിട്ട് നിക്കാം, കോഴിയാന്ന് വിചാരിച്ചാലോ. എന്തായാലും നിങ്ങൾ രണ്ടും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കെട്ട് 1 മന്തിൽ ഞങ്ങൾ നടത്തും. സബാഷ്, ഇതൊക്കെ എന്തായി തീരുമെന്തോ. എന്തായാലും അച്ഛാ, എനിക്ക് ഗംഗ ഇഷ്ടായി. എടാ എലിവാണവേ, ചതിയാ, ഇന്റൻഷൻ മറക്കുന്നു നീ. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷായി. മോൾക്കോ ആകാശന് ഇഷ്ടമായോ? അതൊന്നും ആലോചിക്കണം. സാറേ, കണ്ടോ ഒരു റിച്ച് ലുക്ക്. താൻ എനിക്കുള്ളതാടാ, മൈ വാഡ് ബോയ്. ഇന്നേരെന്റെ ബാങ്ക് ബാലൻസ് വല്ലതും നോക്കിയാ? ഒരു ചെട്ടിയുടെ ഹോള് പോലും തുന്നാൻ പറ്റാതെ ഒരാഴ്ച ഇട്ട് നടക്കാന്ന് പറഞ്ഞ ഊമ്പാനുള്ള പുറപ്പാടാണോ? നശിപ്പിച്ച് വാടക്ക്. എന്നാ നിങ്ങള് മക്കള് ചെല്ലി റെസ്റ്റ് എടുക്ക്. ഇനി കല്യാണ കാര്യങ്ങളൊക്കെ ഒരുവിധമായിട്ട് നാട്ടിലോട്ട് പോയാ മതി. അപ്പോഴേക്കും മോന്റെ വീട്ടുകാരുടെ അസുഖമൊക്കെ ഭേദമാട്ടെ. നമുക്ക് ഇടക്കിടക്ക് പോയി കാണാം. ഓക്കെ അങ്കിൾ, എന്നാ ഞങ്ങൾ ചെന്ന് വിശ്രമിക്കട്ടെ. ഗുഡ് നൈറ്റ്. അപ്പൊ കാണായേ. ഇയാൾക്കെന്താ ഒരു കള്ളലക്ഷണം? മുഖം കണ്ടാലേ അറിയാം, ഒരു കള്ളന്റെ ലുക്ക്. വിശ്വാ, നീ ഇങ്ങനെ എല്ലാം സൈക്കോളജി മൈൻഡിൽ എടുക്കല്ലേ. ഏതായാലും സംശയമില്ലാതില്ല. ആരും കാണാതെ ഹൃദയത്താളുകളിൽ സൂക്ഷിക്കും നിന്റെ നൊമ്പരം. പകലിൻ നടുവിൽ ഞാൻ മണവാളനൊന്നവിടെ നിന്നേ. ഇതെങ്ങോട്ടാ മണവാളന്റെ പോക്ക്? കുളിക്കാൻ
അയ്യ, ഏട്ടനെ ഞാനൊന്ന് കുളിപ്പിച്ച് തരട്ടെ? നോ താങ്ക്സ്. എന്റെ പൊന്നാകാശേ, നമ്മള് വന്നതെന്തിന്? നീ ചെയ്യുന്നതെന്ത്? നമ്മളെ കുറിച്ച് മുരളി എങ്ങാനും അറിഞ്ഞ നീ ഇതിനെ കുറിച്ച് ചിന്തിക്കാതെയാണോ ഈ എടുത്തു ചാടുന്നത്? എന്താണ് മോനെ, ഇനി ആ നിധി ഇല്ലേലും വേണ്ടില്ല. എനിക്ക് അവളോട് അങ്ങ് ക്രഷ് അടിച്ച്, ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ കരണം ബെസ്റ്റ്. കുട്ടിക്ക് ഈ ലവ് ക്രഷ് എന്നതിനെ പറ്റി വലിയ പിടുത്തൊന്നും ഇല്ല അല്ലേ? ഈ ക്രഷ് എന്ന് പറഞ്ഞാൽ എന്താ? അത് സിമ്പിൾ അല്ലേ? ലവ് ഒന്നുമില്ല, കുട്ടിക്കൊന്നുമില്ല. പോയി കുളിക്ക്. ആ പിന്നെ കല്യാണം കഴിയുമ്പോഴേക്കും നമുക്ക് ആ നിധിയും കണ്ടുപിടിക്കാം. കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ നമുക്ക് അങ്ങ് നിന്നാം. എന്തോ ആദ്യമായിട്ട് ഒരു പെണ്ണിനോട് തോന്നിപ്പോയി. പിടിക്കുമ്പോ പുളിങ്കമ്മി തന്നെ പിടിക്കണമായിരുന്നു. ദൈവമേ, വല്ലതും നടന്നാ മതിയായിരുന്നു. ഈ തറവാട് മൊത്തം എത്ര ഏക്കർ കാണും? ഏയ്, തറവാട് അത്രക്കൊന്നും ഉണ്ടാവൂല. ഒരു 90 സെന്റ്. അങ്ങനെയല്ല, ഈ ഭൂമി മുഴുവൻ നോക്കുകയാണെങ്കിൽ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 80 ഏക്കർ എങ്ങാണ്ട് ഉണ്ടാവും. നീ അവളെയും കെട്ടി ഇവിടുത്തെ നിധി അടിച്ചു മാറ്റിയിട്ട് പിന്നെ നമുക്ക് ഇവിടുത്തെ ഭൂമിയുടെ ഒരു പകുതി എങ്ങാണ്ട് കൈപ്പറ്റാൻ പറ്റുമായിരിക്കും. ആര് കൈപ്പറ്റുക? നിധിയുടെ കാര്യമാണ്. ഓക്കെ, എന്ത് ചെറ്റാടാ നീ. നിനക്ക് കിട്ടുന്ന ഭൂമിയുടെ ഒരു 25% നീ എനിക്ക് തരണം. നിന്നെ ഒന്നില്ലേലും ഈ ഫീൽഡിലോട്ട് കൈപിടിച്ച് ഉയർത്തിയത് ഞാനല്ലേ? അതെ അതെ, നിന്റെ കൂടെ കൂടി അന്ന് പേച്ചതാ. ഹോ, പേച്ചെങ്കിലേ നിന്നോടാരാ എന്റെ കൂടെ വരാൻ പറഞ്ഞേ? ഒന്നുമില്ലാതെ തെരുവിൽ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാ ഈ പണി മുഴുവൻ ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചേ. അവസാനം കുറ്റം മുഴുവൻ എന്റെ മണ്ടയ്ക്ക്. വേണ്ടേ പൊക്കൂടായിരുന്നോ? എന്റെ പൊന്നോ, നീ ഭൂമി മുഴുവൻ എടുത്തോ. എനിക്കൊന്നും വേണ്ട പുല്ല്. ഹായ്, ശരി, വേണ്ട. എന്താ ഗംഗേ, നീ ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ പോലെ ബിഹേവ് ചെയ്യല്ലേ? നെക്സ്റ്റ് മന്ത് നിന്റെ കല്യാണല്ലേ? ഓ എന്റെ വിശ്വ, നീ ഒന്ന് നിർത്ത്. എനിക്ക് എന്റെ ഹെയർ ക്ലിപ്സ് വേണം. ഓ, ഞാൻ നാളെ വാങ്ങി തരാം. അത് ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. മോനെ ആകാശേ, നിനക്ക് പറ്റിയ ടൈം ഇടാ. നിനക്ക് അവളെ ഇംപ്രസ് ചെയ്യിപ്പിക്കണ്ടേ? എന്നാ കേറി ചെല്ലി. ഇപ്പൊ ഇതൊക്കെയാ ട്രെൻഡ്. അതിനാ മറ്റവളെ അവിടെ നിന്ന് മാറ്റി. നീ വിശ്വയോ എന്തായിരുന്നു അവളുടെ നെയിം? വിശ്വ തന്നെ. ഓക്കെ. വിശ്വ, മോളെ വിശ്വ. എന്നെ ഇതാരാ വിളിക്കുന്നേ? വരുന്നേ. നീ ഇവിടെ പറഞ്ഞു നിക്ക്. അവള് പോയി കഴിഞ്ഞ് നീ അകത്ത് കയറിയാ മതി. ഓക്കെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്നെ ആരാ വിളിച്ചേ? ഹായ് വിശ്വമോളു, ഞാനാണ് വിളിച്ചത്. നീ വന്ന വിശ്വ? ആ ടേബിളിനെ എന്റെ ബ്രാന്ന് എടുത്തു തന്നെ. ഞാനെടുത്ത് തന്നാ മതിയോ മാഡം? ഇതൊക്കെ നേരത്തെ എടുത്ത് വെക്കണ്ടേ? ആക്ട് ലൈക്ക് എ ജെന്റിൽമാൻ, ലൈക്ക് പെൺവിരോധി. ഗേൾസ് വേഗം ഇംപ്രസ് ആവും. അത് ശരി, എന്റെ ഭാര്യയുടെ റൂമിൽ എനിക്ക് വന്നൂടെ? ഫ്ലേർട്ട് ചെയ്താല് മിക്ക ഗേൾസും ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞോ എനിക്ക് സമ്മതമാന്ന്? ഗംഗ, you know, your puppy eyes are so beautiful, and also your lips, that moles, it's really attractive. താൻ പോയി, അമ്മ എങ്ങനെ കയറി വരും. അതെന്താ, അവർക്കറിയാത്തൊന്നും അല്ലല്ലോ. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇന്നലെ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. അല്ല, നൈറ്റ് ഞാനിങ്ങ് വന്നപ്പോഴേ സോ ഹോട്ട്
വാട്ട് എ ബ്യൂട്ടിഫുൾ ഹൈസ് എന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞിരുന്നേ. ഇപ്പൊ എന്ത് പറ്റി? എന്ത് പറ്റാൻ? താൻ പോകുമോ? അല്ലെ ഇന്നലെ എന്റെ റൂമിൽ കയറിയത് ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. ഓ പറയോ? പറയോ? പറ, വേഗം പറ. എന്തിനാ അടുത്ത് വരുന്നേ? എന്തേ പറയുന്നില്ലേ? അത് ഗുഡ് നൈറ്റ്, ബൈ. താനെന്തിനാ എന്നെ വിളിച്ചേ? വെറുതെ ഒന്ന് കാണാൻ. എന്തിന്? താനിങ്ങനെ ചൂടാവല്ലേന്ന്. തന്റെ ചാട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതാണോ? ഇയാൾക്കെന്താ വട്ടോ? സത്യം പറയടോ, താനാരാ? മുഖം കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം. കള്ളന്മാർക്ക് പിന്നെ കള്ളന്റെ ലക്ഷണം അല്ലാതെ കളക്ടറിന്റെ കട്ടുകെല്ലാം വരും. കളക്ടറോ? അല്ല, പണ്ട് ഞാനൊരു കളക്ടറൊക്കെ ആകാൻ ആഗ്രഹിച്ചതായിരുന്നു. പിന്നെ എന്താ പറയാൻ, വിധി അത് വല്ലാത്തൊരു പണിയങ്ങ് തന്ന്. ഓഹോ, അങ്ങനെ ഞാനിവിടെ എത്തി. എന്തായാലും ഇവിടത്തെ പണി ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ. പോവല്ലേന്ന്. കയ്യെന്ന് വിട്. ഓ, ആ ചെറുക്കൻ അവിടുന്ന് ഇറങ്ങുന്നവരെ ഇവളവിടെ പിടിച്ചു നിർത്തണമല്ലോ. വിശ്വയുടെ വീട് എവിടെയാവും? തന്റെ അപ്പന്റെ പറമ്പില്. ഷേ തമാശ. ഡാ വാ പോവാം. അപ്പൊ ശരി മോളൂ, പിന്നെ വരാവേ. വേണോന്നില്ല. ലക്ഷ്മി, നമ്മളെ കൃഷ്ണനെന്റെ മീനാന്ന് രാവിലെ കണ്ടതാ. അറിയില്ലേട്ടാ, ഞാനും 2 ദിവസമായി കണ്ടിട്ട്. അവര് നമ്മള് മിന്നാന്ന് പൂട്ടിട്ട ആളെ കുറിച്ചല്ലേ പറയുന്നേ. ഇവരിത് മൂട് നോക്കാനായിട്ട് നല്ലൊരു മോർണിംഗ്. എടാ, അവരെല്ലാം അറിഞ്ഞ എന്താവൂന്ന് ആലോചിച്ചിട്ട്. മുരളി ചേട്ടാ! എന്താടാ മുരളി ചേട്ടാ? നമ്മുടെ ഫാക്ടറിയിലെ സൂപ്പർവൈസർ ആ 2.5 കോടി പ്രോജക്റ്റ് കൊണ്ട് കടന്നു കളഞ്ഞേ. പിള്ളേ ചേട്ടാ, 3 മണിക്കൂറിനുള്ളിൽ അയാളെ പിടിച്ച് എന്റെ കൺമുമ്പിൽ കൊണ്ടുവരണം. ഓക്കെ? ഇയാളെന്ത് റോക്കി പോയി അടിക്കുന്നു? വാടാ ഓക്കെ, നീ വന്നേ, എന്താ കാര്യം ചോദിക്കാം. ആന്റി, ഇവിടെ എന്താ പ്രശ്നം? അത് മക്കളെ, ഞങ്ങളുടെ ഇവിടുത്തെ ഫാക്ടറിയിലെ ഒരു 2 കോടി രൂപയുടെ പ്ലാനിങ് ഉണ്ടായിരുന്നു. അതെടുത്ത സൂപ്പർവൈസർ മുങ്ങി. ഓ, ഇനിയിപ്പോ അയാൾ എന്ത് ചെയ്യാൻ പോവാ? കൊല്ലാൻ പോവാ. അച്ഛനാരും അച്ഛനെ ചതിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങ് തീർത്താളെ. കൊല്ലാനോ? അച്ഛനെ ഡാർക്ക് സൈഡ് നിങ്ങൾ ആരും കാണാനിട്ടാ. അപ്പൊ ഇതൊന്നും പോലീസ് കേസാവില്ലേ? ഇതൊക്കെ ആര് നോക്കാൻ? സുൽത്താൻ ബത്തേരിയിലെ സുൽത്താൻമാരുടെ കാലത്തുള്ള ചടങ്ങാ. അതുകൊണ്ട് ഇതൊന്നും ആരും ശ്രദ്ധിക്കുക പോലില്ല. പിന്നെ ഞങ്ങൾക്കൊന്നും ഇതിനോട് വലിയ താല്പര്യമില്ല. എന്തായാലും നടന്നു വരുന്നൊരു ചടങ്ങല്ലെന്ന് കരുതിയിട്ടാ ഞങ്ങൾ ഇതിനെ എതിർക്കാത്തെ. വിശ്വ, ഗംഗേനെ കൂട്ടിട്ട് നീ ഒന്ന് അമ്പലത്തിൽ പോണേ. അമ്മ, ഇതെന്ത് പറ്റി? വാ. വരുന്നേ. ആകാശേ, നീ വന്നേ. എന്തൊക്കെയാണ് വിഷ്ണു ഇവിടെ നടക്കുന്നേ? ഇപ്പൊ ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. നീ വന്നേ, ഞാൻ പോവാ. എനിക്കൊരു നിധിയും വേണ്ട, കോപ്പും വേണ്ട. നീ വരുന്നുണ്ടേ? വാ. നീ വരുന്നുണ്ടോ? ആലോചിക്കട്ടെ. എടാ, അയാളെ ആ കടന്നു കളഞ്ഞ ആളെ കൊന്നതായിട്ടെ. നമുക്കിടാ പോകാം. എല്ലാരും ഉറങ്ങിക്കാണും. ഞാൻ വരുന്നില്ല. എന്റെ ആകാശം നിനക്ക് വട്ടാണോ? നമ്മള് പോയി കട്ട സ്ഥലം മുഴുവൻ ഒരു തരി പോലും സംശയമില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ട് ചെയ്തുകൂടാ? എടാ, പക്ഷെ ഒരു രക്ഷയില്ല. എനിക്കിപ്പോ വരാൻ പറ്റില്ല. എസ്പെഷ്യലി അവള് ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയ ഒരു പെണ്ണ.
അതങ്ങനെ ഇങ്ങനൊന്നും വിട്ടുകളയാൻ എന്നെ കിട്ടൂല. എന്നാ പിന്നെ ഇവിടെ കിടന്നങ്ങ് ചാകാം. പുല്ല്. അമ്മ എന്താടി പെണ്ണേ ഇങ്ങനെ ചാടിത്തുള്ളിയിരുന്നേ? അമ്മ എന്താടി? അതില്ലേ എനിക്കില്ലേ, എനിക്ക് അയാളെ ഇഷ്ടമാ. കല്യാണം കഴിക്കാനും സമ്മതാ. അതെനിക്കറിയാലോ. ശരിക്കും നിന്നെ ഞാനേ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയല്ലോ. അവനെ കണ്ടപ്പോഴാ നിന്റെ മുഖത്ത് തെളിച്ച് ഞാൻ കണ്ടതാ. എന്താലേ വൈകിക്കാതെ കല്യാണം നടത്താൻ ഞാൻ അച്ഛനോട് പറയട്ടെ. നീ കള്ളി ചായ എടുത്ത് വെക്കുന്നല്ലേ? ഇഡലിയാണേലേ സാമ്പാർ കുറച്ച് അധികം ഒഴിച്ചോ. ഈ പെണ്ണ് 12 മണിക്ക് ഞാൻ എല്ലാം വെക്കാം. നീ ആ ബിൽഡിങ്സ് നോക്കണം. ഞാൻ എന്തായാലും താഴെ ഗാർഡനിലെ ആ ക്ഷേത്രം ഇല്ലേ, അവിടെ നോക്കാം. ഇനിയിപ്പോ ആരെങ്കിലും അവിടെ കാണുകയാണേല് വല്ല മൂത്രം ഒഴിക്കാൻ വന്നതാന്നോ എങ്ങോട്ട് പറഞ്ഞാ മതി. ഇനിയിപ്പോ ഈ നേരത്ത് ഇവിടെ തന്നെ വന്ന് മൂത്രമൊഴിക്കണോന്ന് മറ്റോ ചോദിച്ചാ ഉറക്കയില് നടക്കുന്ന അസുഖം ഉണ്ടെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാ മതി. ഡാ ആകാശേ, നീ എന്തായി നോക്കുന്നേ? ഗംഗേനെ ബെസ്റ്റ്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇവനിപ്പോ വേറെ ലോകത്താണല്ലോ. എന്നിട്ട് എവിടെ നിന്റെ ക്യാമോഗി? ദാ വരുന്നേ. ഇവളോ? ഓ കോപ്പേ, ദാ പുറകില് അതല്ലടാ ഗംഗ. അരെ വാ, ഏജാതി സാധനം. വാടാ, ഇങ്ങോട്ട് വാടാ. ഡോ വൃത്തിയായിട്ടവനെ സാരയിൽ പിടിച്ച് വലിക്കുന്നു. തന്നെ കണ്ടപ്പോഴേ എനിക്ക് അറിയായിരുന്നു താനൊരു ഫ്രോഡാണെന്ന്. വിശ്വ, നീ എന്തൊക്കെയാ പറയുന്നേ? നീ മിണ്ടല്ലേ? ഇയാള് ഞാൻ എന്റെ പൊന്നു പെങ്ങളെ, അവൻ പിടിച്ച് വലിച്ചൊന്നുമല്ല, നടന്നപ്പോ ഒന്ന് ചവിട്ടി പോയതാ. അതൊന്ന് കയറ്റി പിടിച്ചോളൂ എനിക്ക്. അല്ലാതെ പെങ്ങള് വിചാരിക്കും പോലെ അവൻ അത്രക്ക് ഫ്രോഡൊന്നുമല്ല. നീ വാ വിഷ്ണു. അതെ, സോറി. ഞാൻ അപ്പോഴത്തെ ഒരു സിറ്റുവേഷനില് സോറി. കുഴപ്പമില്ല. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഹേ, ഒരു പല്ല് തപ്പിക്കൊണ്ടിരിക്കുക. അയ്യോ അളിയാ, ഇപ്പൊ നല്ല ചേരുണ്ട് കാണാൻ. ഇനി മറ്റേ അവളത്തൂടെ അവള് സ്ഥലം വാങ്ങുന്നതിന് മുന്നേ വരാൻ നോക്ക്. മക്കളെ, ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാരും വാ. ദാ വരുന്നമ്മ. വിഷ്ണുട്ടാ വാ. ആകാ അത് ചായ കുടിക്കാൻ വാ. വരാം. നീ ആകാശേട്ടാന്ന് വിളിക്കില്ലല്ലേ? വാശിയാകും. ശരിയാക്കാം. ദാ മോനെ വിഷ്ണു, എടുത്ത് കഴിക്ക്. ആകാശ് മോനെ, 2 ഇഡ്ഡലി കൂടെ ഇട്ട് തരട്ടെ അമ്മ? ഓ വേണ്ടമ്മ, ഇപ്പോഴേ വയറ് നിറഞ്ഞു. അതൊന്നും പറഞ്ഞാ പറ്റൂല. ദേ വാ തുറന്നേ. അങ്ങനെ അങ്ങ് കഴിക്ക്. ആഹാ, എന്താ ഇവിടെ അമ്മയും മകനും ലവ് കോമ്പറ്റീഷനിലാണോ? ഏട്ടാ, നിങ്ങളിത് എവിടെയായിരുന്നു? ഫാക്ടറി വരെ പോയതാ ലക്ഷ്മി. ഇനി ഇഡലി ഇട്. ആകാശേ, മക്കള് കഴിച്ചോ? അച്ഛാ. വിഷ്ണു,
മോന്റെ മുഖത്ത് എന്ത് പറ്റിയതാ? ഏ അത് ചുവന്ന് കിടപ്പുണ്ടല്ലോ. അതങ്കിൾ ഒരു തൂണ് കൂട്ടി ഇടിച്ചതാ. അയ്യോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ മക്കളെ? ഞാൻ ഒരു തൈലം തരാം. ഓക്കെ ആന്റി. എന്തായാലും മക്കളുടെ പാരന്റ്സ് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴേക്കും കല്യാണക്കാരെയൊക്കെ ഏകദേശം ഓക്കെ ആക്കണം, അല്ലേ ലക്ഷ്മി? അതെ, മക്കൾ അതൊന്നോർത്ത് ടെൻഷൻ ആവണ്ട. ഓക്കെ അമ്മ. ഹേയ് ഹണിബി, കാറ്റി ബേബി. കോപ്പുവേട്ടൻ, ഇതെപ്പോ വന്നു? ദേ വന്ന് കേറുന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ അങ്ങ് ആകെ മാറിപ്പോയല്ലോ. അതിന് കഴിഞ്ഞ ആഴ്ചയല്ലേ നിങ്ങൾ ഇങ്ങ് വന്നേ, അപ്പോഴേക്കും ഇവിടെ മാറിപ്പോയോ? അത് പലതും വരും പോകും വരും പോകും. ഈ ഗോപേട്ടൻ എന്ത് കോമഡി അല്ലേ? നിങ്ങളോ? എന്താണ് ഇവിടെ കോമഡി ഉത്സവം വല്ല നടക്കുന്നുണ്ടോ? അതെ, ഞങ്ങളുടെ ഗോപേട്ടൻ ഭയങ്കര കോമഡിയാണ് അല്ലേ വിഷയ? അതെ അതെ അതെ, എനിക്കങ്ങ് കേറി വരുന്നുണ്ട് ആകാശേ. ഓ ഗായ്സ്, അമ്മ വിളിക്കുന്നുണ്ട്, ഞാനെന്നാ ചെല്ലട്ടെ. ഓക്കെ ഗോപേട്ടാ. വാടാകാശേ, നമുക്ക് പോകാം. അതെ, ഞാൻ തല്ലിയത് ഇപ്പോഴും വേദനിക്കുന്നുണ്ടോ? അല്ല, തല്ലിയോടത്ത് ഇപ്പോഴും ചുവന്ന് കിടക്കുന്നുണ്ട്. സോറി. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇയാളെന്താ എന്നെ നോക്കാത്തെ? പിന്നെ പുരട്ടാൻ വല്ല ഓയിൻമെന്റോ മറ്റോ വേണേല് ഞാൻ എടുത്തിട്ട് വരാം. ഹേ, അതിന്റെ ഒന്നും ആവശ്യമില്ലടോ, ഇറ്റ്സ് ഓക്കെ. എന്നാ ഞങ്ങള് പോട്ടെ. ഏയ്, are you okay? ഓക്കെയാണ്. എന്റെ പിടിവിട്ടായിരുന്നേല് എനിക്ക് നേരെ നിൽക്കായിരുന്നു. നേരെ നോക്കി നിൽക്കാതെ വല്ലവരുടെ വായിൽ നോക്കി നിൽക്കുകയാണേല് വേറെ വല്ലതും നടക്കും. പോട്ടെ. വാ. എന്ത് അടിവയറ്റിൽ മഞ്ഞിട്ടോരൊരു സുഖം ഇല്ലേ? പൂടി പറയടേ, നിനക്ക് ആകാശത്തിന് ഇഷ്ടല്ലേ? ഞാനേ മദറിനോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ഇഷ്ടാണോ? അപ്പൊ ഇഷ്ടമാണോ? അത് മോളെ, as a psychologist, don't play with me. നന്നായി പോയി. എടി എടി കള്ളി, അപ്പൊ നീ അങ്ങനെ പുറകെ നടത്താൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഷോ പയ്യെ പറ. എന്നാ ഞാൻ പറയുന്നത് ചെയ്യോ? ഓ തോന്നി, അല്ലേ ഞാൻ ആകാശേട്ടനോട് പറഞ്ഞു കൊടുക്കും. ഓ എന്താന്ന് വെച്ചാ പറഞ്ഞ് തൊലക്കണ്ട വിശ്വ. അതില്ലേ, ആ കൂടെ നടക്കുന്ന മറ്റേ വിഷ്ണുവേട്ടനില്ലേ? ഉണ്ട്. അങ്ങർക്കെന്താ? ഓ തോക്കി കയറി വെടിവെക്കല്ലേ? ഓ എന്നാ പറ. നീ ആളുമായിട്ട് കൂട്ടാവണം. എന്നിട്ട് ആളുടെ പെർഫെക്റ്റ് ക്യാരക്ടർ എന്താന്ന് എന്നോട് പറയണം. ലൈക്ക് ഫേവറേറ്റ് കളർ, ഓ ഫേവറേറ്റ് ഫുഡ്, ഫേവറേറ്റ് ആക്ട്രസ്, ഇതൊക്കെയല്ലേ? അതെ. 24 hours വാക്പാഡിൽ ഒത്തിരിക്കണം എന്നോടോ ദാസ? എന്നിട്ടെന്താ, വളക്കാനാണോ പ്ലാൻ? അങ്ങനെ ഇപ്പോ കടുത്ത തീരുമാനങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. എന്നാ വാ പോകാം. എനിക്ക് ആകാശേട്ടനെ മറഞ്ഞെന്ന് വായ നോക്കാനുള്ളതാ. വാ പോകാം. നീ ഇവിടെ ഇരിക്കുകയാണോ?
നീ എവിടെയായിരുന്നു? ആന്റിയുടെ അടുത്ത്. അവര് അച്ചപ്പം ഉണ്ടാക്ക. ആ അവിടെ മറ്റേ രാവിലെ കണ്ട ചെറുക്കില്ലേ ഗോപു, അവനും ഉണ്ട്. മൊഞ്ഞ ആകാശേ, അവൻ നിനക്കൊരു പാരയാവൂലേ? അല്ല, അവന് ഗംഗേനൊരു നോട്ടമില്ലേ? ടാടാ ചുമ്മാ. ഗംഗ ഗോപു നല്ല മാച്ച് അല്ലേ? ചെറുക്ക, അവളെന്റെ വണ്ണ. ഞങ്ങള് തമ്മിലാ വിവാഹം ഉറപ്പിച്ചിട്ടുള്ള. ആണല്ലേ? എന്നാ ഞാൻ ഇങ്ങോട്ട് പോട്ടെ. നീ ഇങ്ങോട്ട് വാടാ. എന്നിട്ടാ പൊന്നെ, അവന്റെ ഒരു ഗംഗാ ഗോപു കോപ്പാണ്. അടിയാ ഗംഗ ആകാശ്, ഇതിനും ഭേദം ഗംഗാ ഗോപു അല്ലേ? അല്ല, ഗംഗ ഗോപു ഗംഗ ആകാശ് നമുക്ക്. ഓ ഗംഗ ഏക്കെ പോരെ, ഇങ്ങോട്ട് വാടർക്ക. ഗംഗേനൊന്ന് കണ്ടേച്ചും വരാം. ആകാശേ, നീ ഒന്ന് വേഗം ഇറങ്ങോ, എനിക്ക് മുള്ളാൻ മുട്ടിട്ട് പാടില്ലടാ. ഓ കുറച്ചേടെ അവിടെ വെയിറ്റ് ചെയ്, അല്ലെ വേറെ വല്ല കക്കൂസും കണ്ടുപിടി. ഈ നായ കക്കൂസിനെ കണ്ടിരിക്കുക. ഇതിന് മാത്രം ഇവൻ എന്തേ കഴിക്കുന്നേ? ഞാൻ കഴിക്കുന്ന തന്നെ അല്ലേ ഇവനും കഴിക്കുന്നേ? ആകാശേ, ഒന്ന് വേഗം ഇറങ്ങടാ. ഹലോ. ഗംഗയോ? പഠിച്ചോനെ, ഞാൻ പറഞ്ഞതെല്ലാം കേട്ട് കാണോ? അയ്യേ, നാണം കിട്ട്. ഗംഗവാളൂ, ചേട്ടൻ ബിസിയാണോ? ഹേ, ഇവിടെ എനിക്ക് എന്ത് പണി? ഓ, അപ്പൊ പണി ഇല്ലാത്തതാണോ കുഴപ്പം? വാ, പണി തരാം. ഹേ, പണിയോ? വിഷ്ണു, കഴിഞ്ഞ വാ പോവാം. എടാ ദ്രോഹി, എനിക്കൊന്നും മുള്ളടോടാ. ഇവളോ? ഇവരുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ എന്റെ മൂത്രവും കൊണ്ടേയും തമ്മിൽ കൂട്ടിയിടിക്കുകയാണ് ഗൈസ്. നിങ്ങൾ എവിടെ നില്ല്, ഞാനൊന്ന് മുള്ളിയിട്ട് വരാം. വിഷ്ണുവേട്ടാ. എന്താ കുട്ടി? വാ, കുറച്ച് പണി തരാം. കല്യാണ ചെറുക്കന്റെ കയ്യാളല്ലേ, ചുമ്മാ എന്നാലേ ഇവിടെയുള്ള ബാക്കിയുള്ളവര് നിങ്ങളെ കൊണ്ടുപോയി വെക്കും. വേഗം വാ. നിനക്ക് മുള്ളണ്ടേ? അളിയാ, പിന്നാലെ വന്ന ഒരു പാളയെങ്ങാണ്ട് വലിച്ചു കെട്ടി താട്ടടാ. ഈ പെണ്ണിത് എന്തൊക്കെയാ കാണിക്കുന്നേ? കൂട്ടാൻ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്നു. പിന്നാലെ പോയി നോക്കാം. അയ്യോ, അങ്ങനെ തന്നെ കുത്ത് കുത്ത്. കൃഷ്ണ കണ്ണാരാമ, എന്റെ മൂത്രസഞ്ചി ഇപ്പൊ പൊട്ടും. ഓവർ കുനിയണ്ട. അയ്യോ, കണ്ടില്ല അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ വിഷ്ണുവേട്ടൻ മുസൽമാനാണ്. കണ്ടോ എന്ത് സിമ്പിൾ ആയിട്ടാ വെട്ടിമുറിക്കുന്നേന്ന്. അടിപൊളിയായില്ലേ? കടവുളെ, ഇവൾ എന്തൊക്കെയായി കാണിച്ച കൂട്ടുന്നു. ഇവരെല്ലാം ഈ ഫാമിലിയെ കുറിച്ച് എന്ത് വിചാരിക്കും? ഞാൻ കൂടെ ഇറങ്ങി കളക്കട്ടെ വണ്ണേ. എന്റെ അവസ്ഥയിലൂടെ കാണിച്ചു കൊടുക്കട്ടെ നിന്റെ അച്ഛനെ. എന്തേ കാണിച്ചു കൊടുക്കട്ടെ? മോനെ ആകാശേ. അച്ഛാ വാ, നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വാ, എന്താ അവിടെ നിന്ന് കളഞ്ഞത്? വരുക. ഞാനിപ്പോ സംസാരിക്കാൻ വിളിച്ചത് സ്ത്രീധനത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞങ്ങളൊരു 100 പവൻ സ്വർണവും 50 ലാക്കുമാണ് തരാന്ന് വിചാരിക്കുന്നത്. മോണൊന്നും പറഞ്ഞില്ല. അത് ഇപ്പൊ എന്താ പറയാ, വേണോന്നോ വേണ്ടാന്നോ? ഇപ്പോഴാണ് ആ വിഷ്ണുവിന്റെ വില മനസ്സിലാവുന്നത്. അതിൽ കൂടുതൽ വേണമെങ്കിൽ പറയാട്ടോ. പിന്നെ സൈഡിൽ ആ സ്ഥലം, അത് ഒരു 55 ഏക്കർ കാണും. അത് നിന്റെ പേരിലാക്കും. 55 ഏക്കർ? അയ്യോ, അടിവയറ്റിൽ ഇപ്പൊ തൊള വീഴും. വിഷ്ണുവേട്ടാ, ഇത് കഴിഞ്ഞ് നമുക്ക് വേറെ സ്ഥലത്ത് പോവാം. അവിടെയുണ്ട് മരം മുറിക്കാൻ. ശിവനെ, എടി കൊച്ചുവരിപ്പേ, എന്റെ ആകാശന്റെ ഗതികേട്. അളിയാ, ഇവള് നിനക്കുള്ളത് തന്നെ.
അതെ വിഷ്ണുവേട്ടാ, മതി കയറിങ്ങോട്ട്. അപ്പൊ കൂട്ടാണ്ടേ നിന്റെ അമ്മായിപ്പന്റെ കെട്ടിയോള്. അമ്മായിയമ്മയോ? നടക്കാനും പറ്റുന്നില്ല. ഇപ്പൊ നാറുമല്ലോ തമ്പുരാനെ. വിഷ്ണുവേട്ടാ, ഇതെന്താ അവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. ഇതെന്ത് നോക്കുക? എന്റെ അമ്മോ, കാത്ത്. ഹലോ അണ്ണാ, മുരളി ഇവിടെ ഉണ്ട്. തീർത്തേക്ക്. അച്ഛാ, ഇതെന്ത് ചെടിയാ? ഇത് വയനാട്ടിൽ മാത്രം കാണപ്പെടുന്ന ഒരു വള്ളിയാണ്. അച്ഛാ, മോനെ ആകാശേ, നീ നീ ഓടി രക്ഷപ്പെട്ടോ. ഞാൻ നോക്കിക്കോളാം. ഡാ, ഓടിക്കോ, ജീവമാണ് ഓടിക്കോ. എന്താടാ? അച്ഛാ, നീ എഴുന്നേൽക്കച്ച. ആരടാ നീ? രജനീകാന്താ? നീ എന്റെ മോൾക്ക് ബെസ്റ്റ് മാച്ചടാ. അച്ഛാ, പണ്ട് എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു മോനെ വേണമെന്ന്. ഹുസറും തൻ്റെ ഉള്ള ഒരു മോനെ, ഒരു ചൊണ്ണക്കുട്ടിയെ വേണമെന്ന്. ഇപ്പോ കുറച്ച് ലേറ്റ് ആയാലും സാരമില്ല, എനിക്കിപ്പോ ദൈവം തന്ന്. നീ എന്റെ മറുമോനല്ലടാ, മോനടാ, മൈ ബോയ്. അതെ, അച്ഛനും മോനും ഇതെന്തെടുക്കുക? അവിടെ കൂടാനാണോ പ്ലാൻ? വിശ്വ മോളെ, അമ്മയോട് ചെന്ന് ചോറ് വിളമ്പാൻ പറ. ഓ, അപ്പൊ സന്തോഷത്തിനാണല്ലോ തന്തപ്പിടി. എന്താണ് ആകാശേട്ടാ ഇത്ര സന്തോഷിക്കാൻ? അത് ഞങ്ങൾ കുറച്ച് ഈച്ചകളെ തുരത്തിയതാ അല്ലേ അച്ഛാ? അതെ മോനെ. വാടാ മോനെ. ഇടും കൂടെ മതിയച്ചാ, കുറച്ചുകൂടെ. വയറിപ്പേ ഉള്ളണച്ചാ. ഇടും കൂടെ. ഇതിപ്പോ ഇതെങ്ങനെ? ഓ, ഉള്ളത് മുഴുവൻ അങ്ങ് കൊടുക്ക്. ഞാൻ പറയുന്നത് ഏത് സൈഡിൽ നിന്നാ നോക്കുന്നുണ്ടോ തന്ത? എന്താ മോളെ, നീ വിളിച്ചോ? അത് ശരി, അപ്പൊ ഞാൻ വിളിക്കുന്നൊന്നും കേൾക്കൂലല്ലോ. എനിക്കൊക്കെ വാരി തന്ന കാലം മറന്നു. ചിരിക്കല്ലേ, ഞാൻ പോവാ. അമ്മ, എനിക്ക് മതി. കഴിച്ചിട്ട് പോടി. അച്ഛാ, ഇപ്പൊ ശരിയാക്കി തരാം. ആർക്കും വേണ്ട എന്നെ. അയാള് കയറി വന്നപ്പോ അച്ഛൻ അങ്ങേരോടായി കൂടുതൽ സ്നേഹം. കൊടുക്കട്ടെ. എക്സ്ക്യൂസ് മീ മൈ ഡിയർ വൈഫി. വൈഫോ? ആരുടെ വൈഫ്? എന്താണ് പെണ്ണെ ഇത്ര ടെററാവുന്നേ? എന്നെ വിട്. അടങ്ങി നിക്ക് വേണേ. നീ അല്ലേ പറഞ്ഞേ നിന്നെ സ്നേഹിക്കാൻ ആരുമില്ലാന്ന് പറ്റോ? അതിന് 1000 പേരുടെ സ്നേഹം ഞാനങ്ങ് ഒന്നിച്ച് തന്നാലോ? എന്തു പറ്റി? എന്നെ താങ്ങോ? നിക്ക് വേണ്ടേ, പറയട്ടെ. അതൊക്കെ പോട്ടെ, നിനക്കെന്നെ ഇഷ്ടമാണെന്ന് ഞാൻ അമ്മ പറഞ്ഞു കേട്ട്. വിശ്വസിക്കണോ അതോ നീ പറയോ? നോക്കണ്ട, അമ്മല്ലേ എന്നോട് പറഞ്ഞു. സോ നിന്റെ സമ്മതം ഇല്ലാതെ ഈ കല്യാണം നടത്തുമെന്ന് പറയണ്ട. വീട്
ഞാൻ പോവാ. അതെ, അച്ഛനും അമ്മീനെ എന്റെയും കൂടെയാ, മറക്കല്ലേ. ഈ അമ്മയെ കൊണ്ട്. അമ്മേ, നിങ്ങളെ ഞാൻ. ആകാശേ, വാടാ, ഒരു കാര്യം കാണിച്ചു തരാം. എന്താ? ഇവിടെ നിക്ക്, അത് നോക്ക്. ആ ചേച്ചി ഇവിടുത്തെ മുരളി സാറ് പറയുന്ന കേട്ടതാ. കിട്ടിയ നിധി ഇവിടുത്തെ നിലവറയിലാണത്രേ. എന്താ അല്ലേ ഇവരുടെയൊക്കെ ഒരു ഭാഗ്യം. അല്ലേലും ഉള്ളവർക്ക് ദൈവം വീണ്ടും വീണ്ടും വാരിക്കൊടുക്കും. എന്ത് പറയാനാ. ഇപ്പൊ പിടിയിട്ടില്ലേ? നീ ഇതെന്തൊക്കെയാ പറയുന്നേ? വേറെന്ത്, നമ്മളിന്ന് നിലവറ തപ്പുന്നു, നിധി കണ്ടുവെക്കുന്നു. നീ അവളെയും കല്യാണം കഴിച്ച് അവിടെ നിന്ന് അവര് തരുന്നത് വാങ്ങി നമ്മൾ ഒങ്ങുന്നു. നിധി നമുക്ക് 50-50. അല്ല വേണ്ട, നീ കുറച്ച് കൂടുതൽ എടുത്തു. ഓക്കെ? ആകാശേ മോനെ. അമ്മ, ഞാനൊന്ന് ഫ്രഷ് ആവുമായിരുന്നു. ആണോ? ഇതെന്താ ഹെയർ നല്ലോണം തോർത്താത്തെ? ഇങ്ങ് വന്നേ, പനി പിടിക്കും. വാ, ഫുഡ് കഴിക്കാം. എന്നിട്ട് നാളെ നേരത്തെ ഒന്ന് എഴുന്നേറ്റ് നമുക്ക് എല്ലാവർക്കും ഒന്ന് അമ്പലത്തിൽ പോണം കേട്ടോ. ഇപ്പൊ വാ, ഷർട്ട് ഇട്ടിട്ട് ഫുഡ് കഴിക്കാൻ വാ. അമ്മ. ആകാശേ, നീ കരയാണോ? അല്ലടാ വിഷ്ണു, ആദ്യമായിട്ടൊരു അമ്മയുടെ സ്നേഹമൊക്കെ ഞാൻ. സാരില്ലടാ. എന്നാ നീ ഫുഡ് കഴിച്ച് കിടന്നു. നിലവറയൊക്കെ നമുക്ക് നാളെ കണ്ടെത്തടാ. നീ കിടക്ക്. വിശ്വേ, മോളെ പെണ്ണ് ഇറങ്ങിയില്ലേ? ദാ വന്നു. പച്ചസാരി എടുക്കാൻ തപ്പിയിട്ട് കണ്ടില്ല. അത് കാണൂലല്ലോ. പിന്നെ വിഷ്ണുവേട്ടനും കാണൂലേ കൂടെ? കാണുമായിരിക്കും. നിന്റെ ആലോചിച്ചേട്ടന്റെ പാടല്ലേ അങ്ങേര്. നോക്കിക്കേ. നീ ഇങ്ങനെ നോക്കി അങ്ങേരുടെ മുണ്ട് കാറ്റത്ത് പറത്തോ? ഞാൻ ഓവറാക്കിയോടെ ഈശ്വേ, വല്ലാണ്ട്. ആകാശേ, എന്റെ മക്കള് രണ്ടും അങ്ങ് ലുക്കായി. അല്ലേടി ലക്ഷ്മിയെ? അതെ അതെ. അമ്മേ, ഇവർക്കാരെ മുണ്ട് കൊടുത്തേ? അതൊക്കെ ഇന്നലെ ഒരുക്കി വെച്ചായിരുന്നു. എന്നാ നമുക്ക് പോകാം. അമ്മേ, അച്ഛാ, വാടാ മക്കളെ. മക്കളെ, ഈ നാടും പരിസരവും എല്ലാം പഴയ കാലത്തുള്ളത് പോലെ തന്നെയാണ് ഇപ്പോഴും. ഒരു മാറ്റവും ഇല്ല. പിങ്ക് ഷർട്ട് കൊള്ളാലേ. നീ വിഷ്ണുവേട്ടൻ നോക്ക്, അതും കൊള്ളാടി. നിനക്ക് നല്ലപോലെ അടുക്കാൻ പറ്റിയ അവസരാണ്. അല്ല, നീ ആകാശേട്ടനോട് എല്ലാം ഇന്ന് പറയൂലേ? പറയും. ഓൾ ദ ബെസ്റ്റ് ഡി. താങ്ക് യു, താങ്ക് യു. അയ്യോ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി.
ഗംഗാ മുരളീധരൻ, തിരുവാതിര നക്ഷത്രം. തിരുമേനി. ദാ പിടിക്കുക. നമുക്ക് അടുത്ത ക്ഷേത്രത്തിൽ പോവാം. ഇതെവിടെ പോയി? ഹേയ്, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഇത് എന്തേ? ഹേയ്, നത്തിങ്. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഗംഗക്ക് ഗംഗാ മുരളീധരൻ എന്ന് പേരൊന്ന്. നിനക്കെന്താ വിശ്വാദേവി? അതല്ല, നീയല്ല അവളില് മൂത്തത്. എന്നിട്ടെന്താ അവളുടെ കല്യാണം ആദ്യം നടത്തുന്നേ? വിഷ്ണുട്ടാ, അത് പിന്നെ ഞാൻ ശരിക്കും ഇവിടുത്തെ ചോരയല്ല. പിന്നെ അച്ഛനൊരു ഫ്രണ്ട്, അതായിരുന്നു യഥാർത്ഥത്തിൽ എന്റെ അച്ഛൻ. അതായത് രമണ, മുരളീധരന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു എന്റെ അച്ഛൻ. ഒരു ബസ് ആക്സിഡന്റിൽ എന്റെ അച്ഛൻ മരണപ്പെട്ടു. അമ്മ എന്നെ പ്രസവിച്ചപ്പോഴേ മരിച്ചു. അങ്ങനെയാ മുരളീധരൻ പൊതുവാൾ എന്നെ എടുത്ത് വളർത്തുന്നത്. ഇപ്പൊ നാട്ടുകാരുടെ ഒക്കെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, എന്നെ കെട്ടിക്കാതെ ഗംഗേനെ ആദ്യം കെട്ടിക്കുന്നില്ല. അതെനിക്ക് ജോബൊക്കെ കിട്ടിയിട്ട് സെറ്റിലായിട്ട് മതിയെന്ന് ഞാൻ തന്നെയാ പറഞ്ഞത്. പിന്നെ ഗംഗയുടെ ജാതകത്തിൽ പറയുന്നേ അവൾക്ക് 24 കഴിഞ്ഞില്ലല്ലേ, പിന്നെ 40 കഴിയത്രേ. ഓ, അങ്ങനെ. അതെ, അല്ലാതെ എനിക്ക് ഇവിടെ ഒരു കുറവില്ല. പിന്നെ അതല്ല, ഞാൻ എനിക്ക് പറ്റിയൊരു പാർട്ട്ണർ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് കിട്ടിയോ? കുറച്ച് ഡേയ്സ് മുന്നേ വരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുള്ളായിരുന്നു. പക്ഷേ ഈ കുറച്ച് ഡേയ്സിൽ ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോ പോട്ടെ, ഇവിടെ നിന്ന് ഒരുപാട് വെയിൽ കൊള്ളണ്ട. എന്റെ തലയിൽ ഇത് എന്തൊക്കെയാ തമ്പുരാനെ. വിഷ്ണു, വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. അവൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കില്ല. ഈ പെണ്ണിനെ കൊണ്ട് പോവാം, വാ. മിസ് ഗംഗാ മുരളീധരൻ, ആദ്യം ഇഷ്ടമായിട്ടും എന്തേ പറഞ്ഞില്ല? അത് എന്റെ പൊന്നു ഗംഗേ, ഓരോന്ന് തലയിൽ കുത്തിക്കയറ്റി വെക്കുമ്പോ ആലോചിക്കണായിരുന്നു. ഇനിയിപ്പോ ഇങ്ങേരോട് എന്ത് പറയും? ഹലോ, ഇതേത് ലോകത്താ? അതൊന്നുമില്ല, എനിക്ക് നിങ്ങളുടെ ക്യാരക്ടറോട് അറിയണമായിരുന്നു, അതാ ഞാൻ. അത് ശരി, അങ്ങനെ. എന്നിട്ട് ക്യാരക്ടർ ഇഷ്ടായോ? കൊള്ളാം. എന്റെ പൊന്നടി, നിനക്കൊന്ന് ഫീലിൽ സംസാരിക്കാനും അറിയില്ലേ? ആകെ ചടക്കുന്ന പോലെ. അതെ, പോകാം, അച്ഛൻ കാത്തു നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അങ്ങ് എസ്കേപ്പ് ആവല്ലേ? പറയ്. എന്നെ കണ്ടവാടെ ഇഷ്ടായി, പിന്നെ ജാടയിട്ട് പിന്നാലെ നടത്തിച്ച്, പിന്നെ അമ്മയോടെല്ലാം പറഞ്ഞ്. അമ്മ പറഞ്ഞല്ലേ ഞാനെല്ലാം അറിഞ്ഞ്. ഗംഗാ, മുഖത്ത് നോക്ക്. ഒരു വട്ടം പറയടി എന്നെ ഇഷ്ടാന്ന്. എന്നാലും ഇങ്ങനെ ഒരു ചമ്മിയ പൈസ നിനക്കുണ്ടെന്ന് അറിയാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി. പറ, ഒരു വട്ടം മതിയടി. അത് ഗംഗാ മുരളീധരൻ, തിരുവാതിര നക്ഷത്രം. തിരുവേണി. നിക്ക്. ഇനി പോകാം. മോനെ ആകാശേ, ഹോസ്പിറ്റലിൽ നിന്ന് എന്നാ അവര് ഡിസ്ചാർജ് ആവുന്നേ? അതമ്മേ, ഇന്നറിയിക്കും നമ്മളെ എന്നാ ഡിസ്ചാർജ് ആവുന്നേന്ന്. എന്തായാലും അവർക്ക് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകില്ലല്ലോ എന്ന് കരുതിയിട്ടാ ഞങ്ങളൊന്ന് വിളിക്കുക പോലും ചെയ്യാനേ. നീ അവിടെ പോയില്ലായിരുന്നോ? ഒരുപാട് ലോങ് ആയതുകൊണ്ട് ഞാനെപ്പോഴും പോകാറില്ലേ. മിനിഞ്ഞാന്ന് പോയായിരുന്നു. എന്തായാലും ഒരു ദിവസം അവരെല്ലാം കാണാൻ വരണം. എന്റെ മോനെ, ഞാനിവിടെ ഒരു കുറവും വരുത്തില്ലെന്ന് എനിക്ക് പറയണം. എന്നാ നിനക്ക് കല്യാണം കഴിയുന്നത് വരെ ഇവിടെ നിൽക്കാലോ.
എല്ലാ ഫംഗ്ഷനും ഇവിടെ അങ്ങ് നടത്താം. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? തമ്പുരാനെ, എന്താ ഇത്? ഞാൻ എന്ത് ചെയ്യും? എല്ലാം എല്ലാവരോടും ഒന്ന് പറഞ്ഞാലോ? നിധിയും വേണ്ട, ഒരു കോപ്പും വേണ്ട, ഭ്രാന്ത് പിടിക്കുന്നു. അമ്മാ, പാവ അവര്. ഞാനെങ്ങനെ ചതിക്കാന്ന് പറഞ്ഞ സാർ, താങ്കൾ എഴുന്നേറ്റോ? സാർ സാർ ഇത്രയും ഡേയ്സ് അൺകോൺഷ്യസ് ആയിരുന്നു. ഹൗ മെനി ഡേയ്സ്? 22 days. സാർ, അച്ഛാ, നിനക്കെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നീ ആശുപത്രി കിടക്കലായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അവിടുത്തെ കാര്യങ്ങൾ നാണമില്ലല്ലോ നിനക്കൊന്ന് ചോദിക്കാൻ. കണ്ടവന്റെ തല്ലുമായി കിടക്കുന്നു. എന്റെ മകൻ തന്നെയാണോ നീ? നോക്കണ്ട നീ, അവൻ ചില്ലറക്കാരനല്ല. കിട്ടാൻ പോരുന്നത് 50 ലക്ഷം 60 ഏക്കർ ഭൂമിയായിരുന്നു. നശിപ്പിച്ച് കളഞ്ഞില്ലേ? അതുവഴി ആ മുരളി അങ്ങ് ഇല്ലാതാക്കാന്ന് കരുതിയതാ. അച്ഛാ, വേറെന്തെങ്കിലും വഴി? കല്യാണം? ഒരാഴ്ച കഴിഞ്ഞ് അവിടെ അവന്റെ അവളുടെയും കെട്ടാ. ഞാനൊരു സംഘത്തെ അങ്ങ് അയച്ചായിരുന്നു മുരളി അങ്ങ് ഇല്ലാതാക്കാൻ. എന്നിട്ട് ആ വീട്ടുകാരങ്ങ് ബലമായി ഒതുക്കിയ ആ പെണ്ണ് നമ്മളെ കയ്യിലാകുന്നു കരുതി. തക്ക സമയത്തെ ചെറുക്കൻ. അച്ഛൻ അന്വേഷിച്ചോ അവൻ ആരാന്ന്? അന്വേഷിച്ച്. ഏതോ ഒരു തെരുവോട്ടി, വീടും കൂടി ഇല്ലാത്ത ഏതോ ഒന്ന്. അങ്ങനെയാണേലേ അവനത്ര നിസ്സാരക്കാരനല്ലെന്ന് സാരം. സെറ്റ് വച്ചാ, നിനക്കല്ലിൽ ഈ റെഡ് കളർ ഭയങ്കര മാച്ചാ. ഇത് കണ്ടാ ഗംഗ അങ്ങ് ഫ്ലാറ്റ് ആവും. അല്ലെങ്കിലേ നിങ്ങളെ കുറിച്ച് പറയാൻ അവർക്ക് നേരമുള്ളൂ. ഹലോ ഇഷ, ഇന്നെന്തൊക്കെ പരിപാടീസ് ഉണ്ട്? അമ്പലത്തിൽ പോകുന്നു. എന്നിട്ട് അവിടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നു. വിഷ്ണു, ഇതുപോലെ ചുറ്റുവട്ടത്ത് ജീവിച്ചവര് തന്നെയല്ലേ നമ്മളും. വാ, ഒരു പ്രശ്നമുണ്ട്. വിഷേ, നീ നടക്ക്, ഞങ്ങളിപ്പോ വരാം. ഓക്കേ. അപ്പൊ ആന്റിക്ക് നമ്മുടെ ഇല്ലാത്ത ഫാമിലിയെ കാണണം അല്ലേ? അമ്മയ്ക്ക് വേണേല് എന്റെ രണ്ടാനമ്മ ഇല്ലേ? സംഭവം 2ാം സ്ഥാനമാണേലും കുറച്ചൊക്കെ സ്നേഹമുണ്ട്. കിട്ടാൻ പോകുന്ന സൗഭാഗ്യം അറിഞ്ഞാലേ അവരെന്തായാലും വീഴും. ബാക്കിയൊക്കെ നമുക്ക് പുറത്തുനിന്ന് ആളെ ഇറക്കാം. നീ താലിയുടെ കാര്യം നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ട്. എടാ, ഗംഗനെ കെട്ടാൻ പോകുന്നവന്മാരെ ഏതോ കൊമ്പത്തെ ടീംസ് ആയിരുന്നു. അപ്പൊ ഒരു 10 പവനെങ്കിലും വേണ്ടി വരും. 10ഓ? അല്ല, ഒരു 5എങ്കിലും. ഞാൻ കരുതി 10 പവനോളം അണ്ണാക്കി കുത്തിക്കയറ്റാൻ പോവാന്ന്. കുത്തിക്കയറ്റേണ്ട കാര്യം പറഞ്ഞപ്പോഴാ ഞാനന്ന് അവളെ കുത്തിക്കയറ്റിട്ട് വരാവേ. കുത്തിക്കയറ്റേ? ആകാശേ, ഡോണ്ടു. വല്ലതും പറ്റിക്കഴിഞ്ഞാൽ എന്റെ ബുദ്ധി ഫലിക്കൂലേ? ഇനിയിപ്പൊ കല്യാണത്തിന് 5-6 ദിവസമല്ലേ ഉള്ളൂ. ഇതൊപ്പിക്കാം. എന്നാലും ക്രഷും ലവ് എന്താന്ന് അറിയാതിരുന്ന ചെക്കനാ. അവന്റെ മാവ് ഊത്ത് എല്ലാം കൊണ്ടും. ഹൗസ് ഇറ്റ്? ഇന്നെങ്കിലും ചോദിക്കുന്നതിന് നല്ല തത്ത പറയും പോലെ മറുപടി കൊടുക്കണം. നല്ല ബോറായിട്ടുണ്ട്. വാട്ട്? ശരിക്കും? അതെ, ആ നോട്ടം കണ്ടപ്പോഴേ തോന്നി. നല്ല ക്ഷീണം. ഞാനിവിടെ കടന്നോട്ടെ. കിടക്കാനോ? അതെ, എന്തേ, കേട്ടിട്ടില്ലേ? എനിക്കെന്റെ ഡ്രസ് മാറ്റാനുണ്ട്. സോ വാട്ട്? നീ ചെയ്തു. അത് നിങ്ങളിവിടെ കിടന്ന ഞാനിങ്ങനെ ചേഞ്ച് ചെയ്യും. അമ്മ എങ്ങാനും കയറി വന്നാ എന്ന് വിചാരിക്കും? നിന്റെ അമ്മയല്ലേ മമ്മി കൂൾ. എന്താ ഇത്? നിങ്ങളിവിടെ എന്നാ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നോക്കില്ലേ? അതൊന്നും ഇവിടെ പറ്റില്ല. അച്ചടാ, ഞാൻ കണ്ണടച്ച് നിൽക്കാടി. നീ ധൈര്യമായിട്ട് ചേഞ്ച് ചെയ്തോ. ആകാശേട്ടാ, പ്ലീസ്. പോകണോ? എന്നാ ഇപ്പൊ വിളിച്ചില്ലേ, ഒന്നുകൂടെ വിളിക്കും.
പുറത്തു പോ, ബാക്കി വന്നിട്ട്. ഐ ആം വെയിറ്റിംഗ്. കുറച്ച് ആൻസേഴ്സ് ഫില്ല് ചെയ്യാനുണ്ടല്ലോ നിനക്ക്, കാണാം. He's perfect. ഇനി അങ്ങയുടെ വീട്ടുകാരെങ്ങനെയാവും? പാവങ്ങളാവോ? അതുകൊണ്ടല്ല ഇങ്ങനെ ഇത്ര പാവം. മോനെ, ഏട്ടാ നോക്കിയേ. ആഹാ, ആറിത്? അച്ഛാ, അമ്മേ. എന്തു പറ്റിയടാ? ഒന്നുമില്ലമ്മ. മോൻ ഓക്കെ അല്ലേ? ആ, ആണച്ചാ, ഓക്കെ ആണ്. എന്നാ മോൻ വാ, ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ കല്യാണത്തിന്. തിരക്കാകും. മോന്റെ വീട്ടുകാർക്ക് ഞങ്ങൾ ഇന്ന് വിളിക്കും. അസുഖം ഭേദമായില്ലെങ്കിൽ കല്യാണത്തിന് ഇങ്ങെത്തിയാ മതിയെന്ന് പറയാൻ. എന്നാ മോൻ വരാൻ നോക്ക്, ഞങ്ങളങ്ങ് ചെല്ലട്ടെ. വിഷ്ണു, വിഷ്ണു, ഡാ. എന്തായി? എല്ലാം ഓക്കെ അല്ലേ? നീ അമ്മേനെ വിളിച്ച് പറഞ്ഞില്ലേ? അമ്മ ആളൊപ്പിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ശ്വാസം നേരെ വീണ. നീ ശരിക്കും ഇങ്ങ് വന്ന എന്തിനാന്ന് വിട്ടുപോകുന്നു. അതങ്ങ് പാടെ മറന്ന് അല്ലേ? വിഷ്ണു, നമുക്കിനി ആരും ചതിക്കണ്ട. നിധിയും വേണ്ട, ഒന്നും വേണ്ട. ആ അച്ഛന്റെ അമ്മയുടെ സ്നേഹം കാണുമ്പോ ആകെ എന്തോ പോലെ. ഞാനിങ്ങ് വരാൻ പാടില്ലായിരുന്നു. ചെയ്തൊക്കെ ഓർത്തിട്ട് എനിക്ക് എന്നെ തന്നെ അങ്ങ് ഇല്ലാതാക്കാൻ തോന്നുവാ. നിന്റെ മാനസികാവസ്ഥ എനിക്ക് നേരത്തെ മനസ്സിലായതാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എല്ലാം ഒരിക്കൽ അവരറിയും. അന്ന് ഗംഗ അവിടെ എന്നെ വിട്ട് പോകില്ലേ വിഷ്ണു? അവിടെ ചീറ്റ് ചെയ്തെന്ന് പറയില്ലേ? ഡാ, എന്നെ നമുക്ക് പറഞ്ഞാലോ? എന്റെ പൊന്നു മോനെ, അങ്കിളിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു നിനക്ക്. അയാളിങ്ങനെ നിൽക്കുന്ന നോക്കണ്ട. ആളെ നോക്കാതെ വെട്ടുന്ന ടൈപ്പയാള്. ആകാശേ, ഇപ്പൊ നീ വാ, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അവര് നിന്നെ വെയിറ്റ് ചെയ്യും. അങ്ങനെയല്ല വിശ്വാ, നീ ചെന്ന് കാണിച്ചു കൊടുക്കതിന്. ദേ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്താ മതി. ഓക്കേ, ഐ വിൽ ട്രൈ. ഇനി ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോ കണ്ണ് ചിമ്മിയാക്കല്ലേ? ഓക്കേ. ഹേ ഗൈസ്, ഇവിടെ പിക്ക് എടുത്ത് കഴിഞ്ഞോ? എന്റെ സാറേ, ഇതെന്താ മാലാക കൊഞ്ഞോ? മതി മനുഷ്യ വെള്ളമിറക്കി വിട്ടത്. എന്റെ പെണ്ണേ, മതി രണ്ടും കണിച്ചത്. കേറി നിക്ക രണ്ടും, പിക്ക് എടുത്ത് തരാം. എന്തായി കങ്ങേ ഇവിടുത്തെ പരിപാടി? അച്ഛൻ അമ്മ എല്ലാവർക്കും ഫുഡ് കൊടുക്കുക. നിനക്ക് പോസൊന്നും അറിയില്ലേ? പറ, ഞാൻ പറഞ്ഞു തരാവേ. എനിക്കറിയാം. ആകാശേ, അവളെ പിന്നീന്ന് ഹഗ് ചെയ്യണം. ഇതേതാ ഷാമ്പു? ഷാമ്പു അല്ല, ഹെയർ ഓയിലാ. എന്തായാലും കൊള്ളാം. ഇനി ജസ്റ്റ് ഒന്ന് ഐ കോണ്ടാക്ട് കൊടു. ഈ നോട്ടത്തിലല്ലേ നീ വീണ്? ചെറുതായിട്ട്. എന്തോ കേട്ടില്ല. ഓ, ഒന്നുമില്ലേ. ഗംഗേ, നിനക്കാരടി ഗംഗാന്ന് പേരിട്ടെ? അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മയുടെ അമ്മയാണ്. എന്തായാലും നിനക്ക് കണ്ടറിഞ്ഞിട്ട് വേറെ. ഈ മാൻപേട പോലത്തെ കണ്ണുകളും നീണ്ട മൂക്കും മയിൽപ്പീലി പോലത്തെ കൺപീലിയും ചെറിപ്പഴം പോലത്തെ ഈ കുഞ്ഞു ചുണ്ടും പിന്നെ എടുത്തു പറയാനാണേല് ഗംഗാനദി പോലെ ഒഴുകുന്ന നീണ്ട മുടിയും എല്ലാം വല്ലാത്തൊരു പ്ലസ് പോയിന്റാ. അപ്പൊ സ്വഭാവം? നിന്നെ കണ്ടപാട് ഞാൻ അട്രാക്ട് ചെയ്ത് സത്യ. പക്ഷെ ശരിക്കും ഇഷ്ടം തോന്നിയത് ഈ സ്വഭാവത്തിനോടാ.
അതായത് ഫസ്റ്റ് ടൈം നമ്മൾ സംസാരിച്ചപ്പോ ഓർക്കുന്നുണ്ടോ, നീ ഒരു ഡയലോഗ് അടിച്ചായിരുന്നു, ഭർത്താവാകാൻ പോവാന്ന് കരുതിയിട്ട് ഇത്രയ്ക്ക് ആക്രാന്തം പാടില്ല. ഹാ, ആ ഡയലോഗിൽ ഞാനങ്ങ് വീടും മോളെ. ഇനി നേരത്തെ പറഞ്ഞു വെച്ചതങ്ങ് പറഞ്ഞു തീർക്കാം. എന്ത്? അല്ല, ഞാൻ പറഞ്ഞായിരുന്നു എന്നോടുള്ള ഇഷ്ടം നീ തന്നെ പറഞ്ഞു എനിക്ക് കേൾക്കണോന്ന്. പറയടി. ആകാശേട്ടാ, എനിക്ക് നിങ്ങളെ കണ്ടപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് ജാടയിട്ടതൊക്കെ സത്യോ. ഇതൊക്കെ ഒരു രസമല്ലേ ചങ്ങായി? അതുകൊണ്ട് ഇനി കേട്ടില്ലെന്ന് പറയണ്ട. ആകാശേട്ടാ, ഐ ലവ് യു. എന്തൊക്കെ വന്നാലും തന്റെ സ്ഥാനത്തിന് മറ്റൊരാളെ കാണാൻ എനിക്ക് കഴിയില്ല. മറഞ്ഞു നിന്ന് വായ നോക്കി നോക്കി ഞാൻ ശരിക്കും അഡിക്റ്റഡ് ആയി. ആകാശേട്ടാ, ലവ് യു ടു. ലവ് യു സോ മച്ച്. ഡാ മക്കളെ, ഇനി കല്യാണത്തിന് വെറും 4 ദിവസങ്ങളല്ലേ ഉള്ളൂ. നമുക്കെന്തായാലും നിങ്ങളുടെ വീട് വരെ ഒന്ന് പോകാം. അത് വേണ്ടെങ്കിൽ അവരെല്ലാം വരും, മറ്റന്നാൾ ഇങ്ങെത്തും. എന്നിട്ട് അച്ഛനെ അമ്മേനെ വന്ന് കാണാന്നാ പറഞ്ഞേ. എണ്ണാ നമ്പർ തന്നാ ഞങ്ങൾക്കൊന്ന് കോൾ ചെയ്ത് സുഖവിവരമൊക്കെ അന്വേഷിക്കായിരുന്നു. മോനെ വിഷ്ണു, നമ്പർ ഒന്ന് തന്നേടാ. ഡാ അങ്കിൾ, ഞങ്ങളെന്നാ നൈറ്റ് വിളിക്കാം. എല്ലാം ഒന്ന് വിശദമായിട്ട് എനിക്കും ലക്ഷ്മിക്കും സംസാരിക്കണം. ആകാശേ, ഡാ ആകാശേ, ഇവൻ ഇതെവിടെ പോയി? വിഷ്ണുവേട്ടാ, വിശ്വ, ആകാശേട്ടനെ നോക്കുവാണോ? ആകാശേട്ടനെ ഇപ്പൊ ഗംഗയുടെ റൂമിൽ പോയിട്ടേ ഉള്ളൂ. അവരോട് സല്ലപിക്കട്ടേന്ന്. ഞാനിവിടെ ഇരുന്നോട്ടെ. അതിനെന്താടി, ഇരുന്നോ. വിഷ്ണുവേട്ടാ, നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു പെണ്ണ് വേണമെന്ന് തോന്നിട്ടില്ലേ? നല്ല നേരത്തെ നല്ല പറ്റിയ ക്വസ്റ്റ്യൻ. ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. അതെന്താ? അപ്പൊ ഇതുവരെ ആരോടും ഇഷ്ടം തോന്നിയിട്ടില്ല? അപ്പൊ ഇത്രയും കാലം വിഷ്ണുവേട്ട എന്തെടുക്കായിരുന്നു? എന്റെ പൊന്നു വിശ്വ, നീ ഒന്ന് പോകാവോ? ഞാൻ അത്രയും വലിയൊരു സിറ്റുവേഷനിലായിപ്പോ. നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാനൊന്ന് വന്ന് അടുത്തിരുന്നപ്പോഴേക്കും നിങ്ങൾക്ക് പറഞ്ഞു വിടാറല്ലേ? ബിഷപ്പ് പ്ലീസ്. ദേ, ഇന്ന് അച്ഛൻ എന്റെയും കല്യാണം വേഗം നടത്തണമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം. വൈകിക്കാതെ വന്ന് എന്നെ പെണ്ണ് ചോദിച്ചോണം, കേട്ടോ? എന്റെ സ്വഭാവം മാറ്റിക്കല്ലേ നിങ്ങള്. വിശ്വ, ഗുഡ് നൈറ്റ്. വിശ്വ, ഡീ പോയോ? ചേ, അവിടെ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞപ്പോ വിച്ച് മീൻസ് ഷീ ലവ്സ് മീ. ആകാശേ, നീ തെവിടാ. അപ്പൊ അവക്ക് തന്നെ ഇഷ്ടമാണ്. എടാ, നീ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. അവളെക്കാ നല്ലൊരു കൊച്ചിനെ ഈ ജന്മത്തിൽ വേറെ എനിക്ക് കിട്ടൂല. എടാ, അവക്കിപ്പൊ എന്നതാണ് ഒരു കുഴപ്പം? എടാ, കുഴപ്പം അവക്കല്ലടാ, കുഴപ്പം മൊത്തം എനിക്കാ. വെറുതെ ഓപ്പ് കൊടുക്കാനൊന്നും എനിക്ക് വയ്യ. പിന്നെ അങ്കിള് ഞാൻ കൊടുത്ത നമ്പർ വിളിച്ച്, മറ്റേ തള്ളയുടെ നമ്പറാ. ഫോണ് സ്വിച്ച് ഓഫ് ആണ്. ഡാ, എന്തോ ഒരു കുഴപ്പമുണ്ട്. നമുക്കൊന്ന് നാളെ പുറത്തു പോയിട്ട് അവിടെ നിന്ന് ചർച്ച ചെയ്യാം. ഇവിടെ ശരിയാവില്ല. സാധാരണത്തെ പോലെ പാരൻസിനെ കാണണമെന്ന് പറഞ്ഞ് നമുക്ക് ബസ് സ്റ്റോപ്പിൽ പോയി കുത്തിരിക്കാം. അവിടെ നിന്ന് സെർച്ച് ചെയ്യാം. ഡാ, ഇന്നൊക്കെ അങ്കിള് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം ട്രൈ ചെയ്തു. ഒരു വഴിയുമില്ലല്ലോ. എന്താണ് ശരിക്കും പ്രശ്നം? അറിയില്ല. ഇനി അവര് നമ്മളെ ചതിച്ചതാണോ വിഷ്ണു? എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡാ, ഇനി ആകെ ഒരു ദിവസം കൂടെ ഉള്ളൂടാ കല്യാണത്തിന്. ചെയ്യുന്നത് തെറ്റാന്നറിയാം, പക്ഷെ അവർക്കൊരു വിഷമം കൊടുക്കാൻ എനിക്കിപ്പോ വയ്യായിട്ടാ. ആകാശേട്ടാ, ഇങ്ങ് വന്നേ. എനിക്ക് സാരി സെലക്ട് ചെയ്താ. നമ്മുടെ കമ്പനിന്ന് കുറെ കോസ്റ്റ്യൂംസ് വന്നിട്ടുണ്ട്. സോ നമുക്ക് മാറി പോകേണ്ട ആവശ്യമില്ല. അപ്പൊ മുഴുവൻ അവരിങ്ങ് എത്തിക്കോ? എത്തിക്കും. അപ്പൊ നമുക്ക് ചുമ്മാ ഇരുന്ന് കൊടുത്താ മതിയല്ലോ. വിഷ്ണുവേട്ടനെ വിഷു വിളിക്കുന്നുണ്ട്. സാരി സെറ്റ് ചെയ്യാം. എനിക്കൊന്നും വയ്യ, നിങ്ങൾ പോയേ. ഗംഗേ, നീ വന്നേ. അവൻ ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ എന്നാത്തിനാ? വിഷുക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. നീ ഇപ്പൊ അത് വിട്. ആകാശേട്ടാ, ഇതിലെ ഞാൻ ഏത് ചൂസ് ചെയ്യണം? ഈ ചുണ്ടിന്റെ ചുവപ്പ് പോലത്തെ ഒരു ചുവന്ന സാരി ഉണ്ടല്ലോ, നീ അതിട്. റെഡ് അത്രക്ക് ഇഷ്ടാണോ? ഇഷ്ടമുള്ളവർ ഇടുന്നത് കാണാൻ ഇഷ്ടമാണ്.
മോനെ ആകാശേ, ഞങ്ങൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഒരുപാട് തവണ നിങ്ങളുടെ വീട്ടിൽ വിളിച്ചു. ഇനിയിപ്പോ കല്യാണത്തിലേന്നായിട്ടും ആരും കോൾ എടുക്കുന്നില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? ഉണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞോളൂ കേട്ടോ. അതമ്മേ, ഞങ്ങൾ ഇന്നലെ പോയായിരുന്നല്ലോ. അമ്മയുടെ ഫോണ് വെള്ളത്തിൽ വീണ്, അതുകൊണ്ട് സ്വിച്ച് ഓഫ് ആന്നാ പറയുന്നേ. ആണോ? അപ്പൊ നാളെ ഇങ്ങ് വരുമല്ലോ അല്ലേ? ആ വരും. വയ്യാത്തതല്ലേ, അതുകൊണ്ടാവും മോനെ. ആ അമ്മ. ആകാശേട്ടാ, എന്താ അവിടുത്തെ അച്ഛനും അമ്മയും കോൾ എടുക്കാത്തെ? എന്നെ ഇഷ്ടാവില്ല അവർക്ക്? പറ. ഇഷ്ടാവല്ലോ. എന്റെ പെണ്ണിനെ ആർക്കാ ഇഷ്ടാവാത്തെ? ആണോ? അതേടി. പിന്നെ ഉം. ഗംഗ, എന്തേലും കാരണവശാല് എന്നെ ഇട്ടേച്ച് പോടിനി. ആകാശേട്ടാ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? വെറുതെ പറയടി. ഞാൻ എന്നെ ഇട്ടേച്ച് പോയാലും തന്നെ ഇട്ടേച്ച് പോവില്ല, അതെന്ത് തന്നെ ആണെങ്കിലും. പ്രോമിസ്? പ്രോമിസ്. ലക്ഷ്മിയേച്ചി, ബിനു, വാ കയറിയിരിക്ക്. ആഹാ, മക്കൾ എല്ലാരും ഉണ്ടല്ലോ. എല്ലാരും വാ കയറിയിരിക്ക്. മുരളിയേട്ടാ, എപ്പോഴാ മുഹൂർത്തം? 12 മണിക്കാടാ മക്കളെ. എന്നിട്ട് എവിടെ മണവാട്ടി? അവരൊരുങ്ങുവാ. നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. ആഹാ, ഇത് കലക്കും. നല്ലവണ്ണം എല്ലാം കലങ്ങും. ആ തള്ള വിളിച്ചില്ലല്ലോ അല്ലേ? മനുഷ്യനാകെ ടെൻഷനാവുന്നു. കോപ്പ്. ആകാശേ, ഈ ചുരുങ്ങിയ നേരം കൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ലടാ. അറിഞ്ഞോണ്ട് ചെയ്ത തെറ്റ് തന്നെയാ. അതിന് പിന്മാറാൻ ശ്രമിച്ചു, പക്ഷേ ചെയ്ത തെറ്റ് ഇവിടെ തിരുത്താൻ പറ്റില്ലെന്ന് മാത്രം. ആകാശേട്ടാ, നിങ്ങൾ റെഡിയായോ? അച്ഛൻ വിളിക്കുന്നു. ആടി, അവളോ? റെഡി ആകുക. വിഷ്ണുവേട്ടാ. എന്താ? നിങ്ങൾ സംസാരിക്കേ, ഞാൻ അവരുടെ അടുത്ത് ചെല്ലട്ടെ. നിങ്ങൾക്ക് എന്താ എന്നെ ഇഷ്ടമില്ലാത്ത? വിശ്വ, പല തവണ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു, എനിക്കതിന് പറ്റില്ല. എന്തുകൊണ്ട്? പേഴ്സണൽ, നമുക്ക് പിന്നെ സംസാരിക്കാം. തിരുമേനി 11:30 ഇങ്ങെത്തും. അപ്പോഴേക്കുള്ളത് റെഡിയല്ലേ? ലക്ഷ്മി, നോക്ക്. മോനെ ആകാശേ. അച്ഛാ, അമ്മേ, നല്ല ഭംഗിയുണ്ടടാ കാണാൻ. നീ എന്റെ മോനെ തന്നട പയ്യ. വാ മോനെ, ആ ഹാളിൽ ചെന്നിരി. മോനെ വിഷ്ണു, ആകാശ് മോന്റെ കൂടെ ചെല്ല്. ഓക്കെ ആന്റി. മോനെ ആകാശേ, വീട്ടിൽ നിന്ന് എപ്പോഴാ വരുന്നേ? അവരിപ്പോ വരില്ലേ? ആ ആ വരൂ അമ്മ. മുഹൂർത്തം തുടങ്ങുമ്പോഴേക്കും അവരിങ്ങെത്തും. ആടാ മോനെ. മുഹൂർത്തത്തിനുള്ള സമയമായി. മകളെ വിളിച്ചോളാ. മോളെ വിശ്വ, അവളിങ്ങ് കൊണ്ടുവാ. മോനെ, അവരെവിടെ എത്തി? മുഹൂർത്തത്തിന് സമയമായി. അത് ഓൺ ദ വേ ആണ് ആന്റി. ഇനി ആരെങ്കിലും വരാനോ പറ്റോ ഉണ്ടോ? അത് തിരുമേനി ചെറുക്കൻ കൂട്ടര്. ലക്ഷ്മി, തിരുമേനിക്ക് വേറൊരു പരിപാടി കൂടെ ഉള്ള. വിഷ്ണു മോനെ, അവരെന്താണ് വരാത്തെ? മുഹൂർത്തത്തിനുള്ള സമയം ഇപ്പൊ കഴിയും. ആ താലി എടുത്ത് കെട്ടിക്കോളാ. തിരുമേനി, ദാ വധുവിന്റെ കഴുത്തി താലി ചാർത്തിക്കോളൂ കുട്ടി. അവരില്ലാതെ എങ്ങനെയാ? ആന്റി നോക്കിക്കോ, ദേ ഇപ്പൊ ഇങ്ങെത്തും.
എന്താണ് മുരളീധര, മോളുടെ കല്യാണമാണോ? താലി കെട്ടാൻ വരട്ടെ, അതിനു മുമ്പ് ഇവന്റെ വീട്ടുകാരെന്താ ഇവിടെ എത്താത്തെ? അതോ മുരളി അങ്ങ് പറ്റിച്ച് കളഞ്ഞോ? ഡാ, യാറടാ നീയൊക്കെ വീട്ടിൽ കയറി വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ മാത്രം യാറടാ നീ? അതൊക്കെ പറയാൻ വരട്ടെ. ഒരൊറ്റ ചോദ്യം, അതും എനിക്ക് ഇവനോടാ ചോദിക്കാനുള്ളത്, ഈ നിൽക്കുന്ന കല്യാണ ചെറുക്കനോട്. മോനെ തരുണേ, ഇങ്ങ് ഇറങ്ങി വാടാ. ഈ നിൽക്കുന്ന എന്റെ മകൻ തരുൺ, ഇവനെ നിനക്കറിയോ? ഈ നിൽക്കുന്ന കൃഷ്ണനെ നിനക്കറിയോ? എങ്ങനെ മറക്കുമല്ലേ? മുരളി, ഇവരുടെ പാരന്റ്സ് എന്താ ഇത്രയും നേരമായിട്ട് വരാത്തതെന്ന് എനിക്കറിയോ? അനാഥയായവർക്ക് എവിടെന്നാ പാരന്റ്സ്? നീ ഇതെന്തൊക്കെയാടാ വിളിച്ച് പറയുന്നേ? അന്നേ ദിവസം, അതായത് നിന്റെ മകള് ഗംഗയെ പെണ്ണ് കാണാൻ വരുന്ന ദിവസം. നീ എന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ? എന്തേ, ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെന്നുണ്ടോ? വിശ്വാസമായില്ലെങ്കിൽ ദാ നിന്റെ വിശ്വസ്തൻ കൃഷ്ണൻ. ചോദിച്ചു നോക്ക് എന്താ ഉണ്ടായതെന്ന്. ഡാ കൃഷ്ണ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ. ഇനിയും നിനക്ക് വിശ്വാസമായില്ലേ? ദാ ആകാശിനോട് തന്നെ ചോദിക്ക്, അവൻ സത്യം പറയും, തത്ത പറയും പോലെ. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ നിധി എടുക്കാൻ വന്നതാ രണ്ടെണ്ണം, കൂടെ നിന്റെ മകളെയും. നിങ്ങൾ എന്തൊക്കെ പിച്ചും പയ്യെ പറയുന്നേ? കൊണക്കാതെ നിക്കടി ലക്ഷ്മി. ഏട്ടാ, ഈ കേട്ടതൊക്കെ സത്യമാണോ? നിന്റെ പാരന്റ്സ് എവിടെ? പറ. ഇവര് പറഞ്ഞതൊക്കെയാണ്. ഇവര് പറഞ്ഞതെല്ലാം സത്യമാണ്. എനിക്ക് പാരന്റ്സ് ഇല്ല. ഐ ആം ആൻ ഓർഫൺ. പക്ഷേ ഡാ, കൂടെ നിന്ന് ചതിച്ച് അല്ലടാ. അച്ഛാ, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക്. കുമാറാ, മുരളിയേട്ടാ. ഏട്ടാ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അച്ഛാ, എന്തായി കാണിക്കുന്നേ? ആകാശേട്ടാ, എങ്ങോട്ടെങ്കിലും ഓടിപ്പോ. ഏട്ടാ, എന്തൊക്കെ പറഞ്ഞാലത് നമ്മുടെ മോനാ. അങ്കിൾ, ഞങ്ങൾക്ക് പറയാനുള്ളത് മുഴുവനൊന്നും കേക്ക്. ആകാശം ചെയ്തതിൽ നല്ല കുറ്റബോധമുണ്ട്. കുമാറാ, അടിച്ചു കൊല്ലടായി നാറിയേ. ഏട്ടാ, എന്താ ഇത്? മോനെ ആകാശം, എന്നോട് ക്ഷമിക്കമ്മ. ഒരുപാട് വട്ടം ഞാൻ പറയാൻ ശ്രമിച്ചതാ. ഇടാ പിള്ളേരെ, അവനയാളെ ചതച്ചു കഴിഞ്ഞാ ബാക്കി എല്ലാത്തിനും അടിച്ചങ്ങ് ഒതുക്ക്. ഒരെണ്ണം പോലും അവന്റെ കുടുംബത്തെ എഴുന്നേറ്റ് നടക്കരുത്. അച്ഛാ, വേണ്ട അച്ഛാ. അങ്ങോട്ട് മാറടി. അച്ഛൻ, ഞാൻ പറയുന്നത് കേൾക്ക്. അച്ഛൻ, ഞാൻ അങ്കിൾ, അങ്കിൾ നിർത്ത്. നീയെല്ലാം കൂടെ എന്നെ ചതിച്ച് അല്ലേ? ഇനിയും ചതിക്കാൻ കിടക്കുന്നല്ലേ ഉള്ളൂ മുരളീധരാ. നിന്റെ എല്ലാം കൈക്കലാക്കണമെന്ന് കുറെ നാളായി കൊതിക്കുന്നു. നിന്റെ മകളെ ഞങ്ങളിങ് എടുക്കുക. പറ്റുമെങ്കിൽ ഇത്രയും പേരെ അങ്ങ് ഒതുക്ക്. വാടി ഇവിടെ, ഇങ്ങോട്ട് മാറി നിൽക്ക്. ഏട്ടൻ കണ്ണിറച്ച് കാണട്ടെ. മോളെ, ഡാ പന്ന നായിന്റെ മോനെ, നിനക്ക് എന്റെ പെണ്ണിനെ തന്നെ വേണം അല്ലടാ?
അച്ഛാ ആകാശേട്ടാ, ആകാശേ ആകാശേ എഴുന്നേൽക്ക്. ആകാശേട്ടാ, മോനെ. ആകാശ് നീ ആ ആകാശേ, മോനെ. ആകാശേട്ടാ. അച്ഛാ ഞാൻ ഞാൻ ചെയ്ത തെറ്റ് ഒരുപാട് തവണ പറയാൻ നോക്കിയതാ. ചെയ്തത് ചതി തന്നെയാ. പക്ഷെ നിങ്ങളുടെ സ്നേഹം കണ്ടപ്പോ ഒരു ഒരു ഓർഫണായ എനിക്ക് തിരുത്താൻ തോന്നിയില്ല. അതെല്ലാം കണ്ടപ്പോ ഇങ്ങോട്ട് വന്നതെന്തിനാ തന്നെ ഞങ്ങൾ മറന്നുപോയതാ. അമ്മ, താങ്ക്സ് ഫോർ എവറിത്തിങ്. അച്ഛാ എന്നോട് ക്ഷമിക്ക്. മോനെ, അച്ഛാ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. അച്ഛാ, എന്തിനാ ഈ മനുഷ്യനെ കൊന്നിട്ട്? വിഷ്ണുവേട്ടാ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോ പ്ലീസ്. മോളെ. മിസ്റ്റർ ആകാശിന്റെ കൂടെ വന്നവർ? സിസ്റ്റർ, അവനെ വലിയ കുഴപ്പമൊന്നുമില്ല. കേറി കാണേണ്ടവർക്ക് കാണാം. ആകാശേട്ടാ, മോനെ. ചിരിക്കല്ല നീ, അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞു. അച്ഛാ വേണ്ട, സംസാരിക്കണ്ട. ഐ ആം സോറി. ദേഷ്യത്തിലാണോ എന്നോട്? എന്റെ ആടാ നിന്നെ കൊല്ലാൻ നോക്കി ഈ അച്ഛനെ നീ ജീവൻ പോലും വകവെക്കാതെ രക്ഷിച്ചത്. നീ നീ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ മോനി അവസ്ഥ വരുമായിരുന്നു. മോൻ, നിങ്ങളുടെ മോൻ? ഇനി ഒരുപാട് സംസാരിച്ചാലേ എന്റെ കുട്ടിയുടെ കല്യാണം ലേറ്റ് ആവും. ഗംഗ അവിടെ എനിക്ക് തരൂലേ അച്ഛ? നീ അല്ലാതെ വേറെ ആരാടാ എന്റെ മോൾക്ക് ബെസ്റ്റ് മാച്ച്? അവള് പ്രൊട്ടക്ട് ചെയ്യാനും സ്നേഹം വാരിക്കോരി കൊടുക്കാനും നിനക്കേ കഴിയൂ. പെർഫെക്റ്റ് മാച്ച് ചെറുക്ക. കരയല്ലേ? വേദനിക്കുന്നു. ഉണ്ടേ? സാരമില്ല. അമ്മ, മോൻ കിടന്നോ? അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ശരിക്കും മോൻ ഞങ്ങളുടെ അടുത്ത് വന്നില്ലായിരുന്നേല് എന്റെ മോളെ ഞങ്ങളുടെ മുഴുവൻ ഫാമിലി ഞങ്ങൾക്ക് നഷ്ടമാവുമായിരുന്നു. നിനക്കേ ഇവളെ ഇതുപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയൂ. പിന്നെ ഇവിടെ നിധി ഒന്നുമില്ല. അതെ, അങ്ങാടിപ്പാട്ടം. അല്ലാതെ ഇവിടെ ഒരു നിധിയില്ല. കള്ളന്മാരെ. ഇനി എന്തെങ്കിലും സത്യം പറയാനുണ്ടോ അങ്കിൾ? എനിക്ക് വിശ്വ ഇഷ്ടമാണ്. കള്ളൻ നസ്രാണി, പെരുങ്കള്ള, എന്നെ അങ്ങ് സങ്കടപ്പെടുത്തി കളഞ്ഞു അല്ലേ? ഐ ആം സോറി. അങ്കിളൊന്നും പറഞ്ഞില്ല. നേരത്തെ പറയാൻ പറ്റായിട്ടാ. എന്റെ മൂത്ത മരുമകൻ ഇങ്ങ് വന്നേ. അങ്കിൾ? അങ്കിളോ? അച്ഛൻ? അച്ഛ? എന്താണ് കുഞ്ഞെ, ഞങ്ങക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ ലക്ഷ്മിയെ 2 കല്യാണത്തിനുള്ള ഓർഡർ അങ്ങ് ഇടാം അല്ലേടി? പിന്നെന്താ? കങ്ങേ, ആകാശേട്ടാ,
ദേഷ്യല്ലേടി നിനക്ക് എന്നോട്? എനിക്കറിയാം ആകാശേട്ടൻ ഇപ്പൊ ഇത് ചോദിക്കുമെന്ന്. ഞാൻ പറഞ്ഞതല്ലേ മനുഷ്യ, എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ തന്നെ വിട്ടു പോയില്ലെന്ന്. ഞാൻ ചെയ്തത് തെറ്റാ, പക്ഷേ എന്റെ സ്നേഹം സത്യമായിരുന്നു. ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാതെ ഞാൻ പ്രണയിച്ചതാ നിന്നെ. അത് മതി. എന്റെ മനസ്സ് തന്നെ കടലോളം ആഴക്കടലോളം സ്നേഹിക്കാം. I want you in this lifetime and the next, ആകാശേട്ടാ. Love you, Rene. I love you more than anything. Love you too.